We reach where we aim, and to reach an aim, we need to move on from our current state, from our comfort zones, from our homes. The journey decides the destiny, and every journey starts from a small step. Every step matters. നമ്മൾ മൂവ് ചെയ്താലും ഇല്ലെങ്കിലും സമയം അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. 2023 നമ്മളുള്ള അതേ അവസ്ഥയിലായിരിക്കും ചിലപ്പോൾ 2024 നമ്മൾ ജീവിച്ചത്. ബട്ട് 2023 പോലെയായിരുന്നു 2024. ലോകം മുന്നോട്ട് പോയില്ലേ? There is a lot to learn from what is happening around us, from the experienced people. ഇന്നങ്ങനെ നല്ലൊരു ലേണിംഗ് നടന്ന ദിവസമായിരുന്നു. ഞാൻ ക്ലയൻസിന് വേണ്ടി പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്തു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു ഒരു സൂപ്പർബായിട്ടുള്ള ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻ. 25 years ആയിട്ട് ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള ഫേവർ ഫ്രാൻസിസുമായിട്ട് ഒരു ഫേസ് ടു ഫേസ് എക്സ്ട്രാ സൂപ്പർ ടോക്കാണെന്ന് നടന്നത്. മോർ ദാൻ എ പോഡ്കാസ്റ്റ്, conversations redefine. Branding, personal branding, business branding, agency, teamwork, marketing, sales, logo design, public speaking, and many more in a creative and engaging style. Let's start with a game. ഓക്കെ, ഈ ടാസ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ ഒരു ടോപ്പിക് സെലക്ട് ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ആ പ്രൊഡക്റ്റിനുള്ള ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി നമ്മൾ ഇൻസ്റ്റന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് പറയാന്നുള്ളതാണ്. സോ സമയങ്ങളെ അതെ 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 പെട്ടെന്ന് പറയണം. ഇൻസ്റ്റന്റ് ആയിട്ട് സ്ട്രാറ്റജിയാണ് ഇട്ടോ നിങ്ങൾ. ഞങ്ങളൊക്കെ മാസങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. നിങ്ങളൊരു മിനിറ്റ്, ഇതെന്താ സാധനം എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇങ്ങനെ സ്ട്രാറ്റജി ഉണ്ടാക്കാന്ന് പറയുന്നത്. സേഫ്റ്റി പിൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ച് കഴിഞ്ഞാൽ പറയും ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നമ്മുടെ ഒരു സ്ട്രാറ്റജിയുടെ ഏറ്റവും ബേസിക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും അധികം ആവശ്യം വരുന്ന ഈ പ്രോഡക്റ്റിന് ആവശ്യം വരുന്ന കോണ്ടെക്സ്റ്റിനെ റീക്രിയേറ്റ് ചെയ്യലാണ് നമ്മളെപ്പോഴും ഒരു സ്റ്റോറി പോലെ ഇതിനുണ്ടാക്കിയിടുക. എൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിൽ ബി ഷോ കേസിങ് കുറേ സ്ഥലങ്ങളിൽ, ഈവൻ ഇഫ് ഇറ്റ്സ് എ വെരി സ്മോൾ തിങ്, നിങ്ങൾ ഇതിനെ മിസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റൈറ്റ് ഫ്രം നിങ്ങൾ ഒരു സ്ത്രീ ഒരു സാരി എടുക്കുമ്പോൾ ഒരു കുത്താവുന്ന സേഫ്റ്റി പിൻ തൊട്ടിട്ട് ഒരു ബസ്സിൽ പോകുമ്പോൾ ഒരു പൂവാലൻ ഉപദ്രവിക്കുമ്പോൾ കുത്തുന്ന സാധനം വരെയായിട്ടുള്ള കുറേ യൂസസ്, നോർമലി നമ്മൾ കാണാത്തതും കാണുന്നൊക്കെയുള്ള യൂസുകളുടെ ഒരു മൊണ്ടാഷ് ആയിരിക്കും ഞാനിതിൽ ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ വിചാരിക്കുക. സേഫ്റ്റി പിൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ഫോർ സേഫ്റ്റി ഓൾസോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ സേഫ്റ്റിക്കും കൂടി ഉപയോഗിക്കാവുന്ന ഒരു സാധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അടിപൊളി. സേഫ്റ്റി പിൻ സേഫ്റ്റിക്ക് അത് വളരെ അടിപൊളിയാണ്. നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് അടിപൊളിയാണ്. ഇനി ഞാൻ തന്നെയാണ് എടുക്കണ്ടേ? അല്ല, ഇനി ഞാനാണ് എടുക്കേണ്ടത്. ഓക്കെ ഓക്കെ സോ എനിക്ക് കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റ് യൂസ്ഡ് ടീ ബാഗ്. അതായത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ടീ ബാഗ്. അത് യൂസ്ഡ് അല്ലേ? ഓൾറെഡി കഴിഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഓക്കെ, യൂസ്ഡ് ടീ ബാഗ് ആണ്. അതായത് ഇൻസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ടീ ബാഗ് കഴിഞ്ഞത്. ഓക്കെ 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 അപ്പോൾ യൂസ്ഡ് ടീ ബാഗിന് നമുക്ക് എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യാം? എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൊരു ഐഡിയ എന്ന് പറയുന്നത്, ഈ ചായപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. സോ അങ്ങനെ നമുക്കിത് എവിടെ പ്ലേസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓഫീസസിലൊക്കെ ചെറിയ, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ചെറിയ പോട്ട്സ് ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് എന്തായാലും ഇപ്പോൾ ഈ ചായപ്പൊടി അല്ല യൂസ്ഡ് ടീയുടെ അതേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് വളരെ മൈന്യൂട്ടായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ആഡ്, അതായത് അത് വെച്ചിട്ട് ആ ചെടി വളരണ ഒരു ആഡ്. ആൻഡ് അത് ഫ്രം ദ സ്റ്റാർട്ട് ടു കുറച്ച് വലുതാവണ വരെ നമ്മൾ കാണിക്കണം. ആ ആഡിൻ്റെ അതിൽ നോർമലി ആ ചെടി വലുതാവണതും, എന്നിട്ട് ആ പകുതി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് വലുതായി എന്നുള്ളത് നമ്മുടെ യൂസ്ഡ് ടീ ബാഗ് വെച്ചിട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഒരു ആഡ് നോക്കുന്നത്. ഗുഡ് കോൺസെപ്റ്റ് ശരിക്കും. വേറെ അധികം ഉപയോഗമൊന്നും ഇല്ല ഇതിന്. പിന്നെ നല്ലതാ, അടിപൊളി. താങ്ക് യു. അടുത്ത ഞാൻ എടുക്കണം. ഇതിൽ ഇനിയും പ്രോഡക്ട്സ് ഉണ്ടല്ലേ? നോക്കട്ടെ, ഭയങ്കര പ്രോഡക്റ്റ് ആണ്. എടുത്തു വെച്ചു. ഇതെന്താ? റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ റോക്കിന് സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. റോക്കിനെ റോക്കിനെ പറഞ്ഞിട്ടുള്ളൂ. ഞാനിതിനെ ഇത്തിരി വലിയൊരു റോക്കായിട്ട് കാണും. അപ്പം എൻ്റെ കാറിലായിക്കോട്ടെ റോക്ക് ഒരു ഹിമാലയത്തിൽ നിന്നുള്ളൊരു കല്ല് ഞാൻ എടുത്തു വെച്ചു. ഞാനിപ്പോൾ ഇതിലത്തെ റോക്കിൻ്റെ സൈസ് പറയാത്തതുകൊണ്ട് തന്നെ ഞാനിതിനൊരു വലിയ റോക്കായിട്ട് കാണുന്നു. ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിൽ, ഞാൻ എൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അടുത്ത് ഒരു ചെറിയൊരു പീഠം ഉണ്ടാക്കിയിട്ട് ഈ റോക്കിനെ അവിടെ സ്ഥാപിച്ചിട്ട് ഞാൻ ഇതൊരു ദൈവമെന്ന് പറയാൻ പോവാണ്. ഞാൻ തന്നെ രാവിലെ വന്ന് പൂജ ചെയ്യും. അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ എൻ്റെ മുന്നിൽ ഒരു ഭണ്ഡാരം വെക്കും. അത് കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് ബിസിനസ് ഐ ക്യാൻ ഡു വിത്ത് എ റോക്ക്.
ഇതിലും മേലെ നല്ലൊരു ബിസിനസ് ചെയ്യാനില്ല സത്യത്തില്, അല്ലേ? നൈസ് കൺസെപ്റ്റ്. ഇതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി റോക്കിനെ സെല് ചെയ്യാനായിട്ട്. നൈസ്. ഓക്കെ, അടിപൊളി. ഓക്കെ, സോ ഞാൻ എടുത്തിരിക്കുന്നത് വിൻറ്റേജ് ടൈപ്പ് റൈറ്റർ. വിൻറ്റേജ് ടൈപ്പ് റൈറ്ററിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ, ബ്രാൻഡ് ചെയ്യാന്നുള്ളതാണ്. വിൻറ്റേജ് ടൈപ്പ് റൈറ്റേഴ്സ് ഞാനിപ്പോൾ ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്കിൽ കണ്ടിട്ടുള്ള നൊസ്റ്റാൾജിയ നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്കിൽ നൊസ്റ്റാൾജിയ യൂസ് ചെയ്യുന്ന കാര്യം പറഞ്ഞിരും. അപ്പോൾ അതിൽ ആക്ച്വലി നൊസ്റ്റാൾജിയ യൂസ് ചെയ്യുന്ന കാലഘട്ടം കാണിക്കുമ്പോൾ നമുക്ക് ഈ വിൻറ്റേജ് ടൈപ്പ് റൈറ്റേഴ്സ് ആവശ്യമുണ്ട്. സോ ആഡ് ചെയ്യണ കമ്പനികൾ ഇവിടെ കൂടുതലാണ്. അപ്പോൾ ഈ വിൻറ്റേജ് ടൈപ്പ് റൈറ്റേഴ്സൊക്കെ ഒരു ആഡ് കമ്പനിക്ക് ഒരെണ്ണം വെച്ച് കൊടുത്താൽ തന്നെ എനിക്ക് ഒരു നോർമൽ ഒരു മിനിമം ഒരു സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഞാൻ വിചാരിക്കണം. ഓക്കെ, അങ്ങനെയാണ് ഞാനതിനെ കൊണ്ടുപോകുക. ഓക്കെ, ഇനി എന്താ ഒരെണ്ണം കൂടി എടുക്കാം അല്ലേ? മൂന്നെണ്ണം ആയില്ലേ? ഇല്ല അല്ലേ? രണ്ടെണ്ണം ഭയങ്കര കുഞ്ഞിട്ടാണ്. ലെറ്റ് മീ ചെക്ക്. ഇതെന്താന്നറിയോ? ഇതെന്താ? റീയൂസബിളാ? റീയൂസബിൾ ഇയർ ക്ലീനിങ് ബഡ്സ്. ഇയർ ക്ലീനിങ് ബഡ്സ് റീയൂസബിൾ ഇയർ ക്ലീനിങ് ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇത് നമുക്ക് ഇനി വീണ്ടും ചെവിയിൽ ഇടാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് സാധനം. ഈ മലയാളിയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ മലയാളി എന്ത് സാധനവും റീയൂസബിൾ ആക്കുന്ന ആളാണ്. നമ്മളൊരു ടീഷർട്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് ആദ്യം ഇടും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീട്ടിലിടും, ആദ്യം പുറത്തേക്കിടും, വീട്ടിലിടും, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും വണ്ടിയൊക്കെ തുടയ്ക്കാനെടുക്കും. അങ്ങനെ അവസാനം നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ അതിനെ നിലത്ത് ചവിട്ടിയായിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഇയർബഡ്സിന് ഇപ്പം തന്നെ നമ്മൾ ഇഷ്ടംപോലെ റീയൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് ഇയർബഡ്സ് എടുക്കുക, എന്തെങ്കിലും എണ്ണ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ മുക്കിയെടുക്കുന്നത് ഇയർബഡ്സ് വെച്ചിട്ടാണ്, എന്തെങ്കിലും തോണ്ടി എടുക്കണമെങ്കിൽ അത് ഇയർബഡ്സ് വെച്ചിട്ട്. ഇപ്പം തന്നെ ഇറ്റ് ഹാസ് ഗോട്ട് സോ മെനി ആപ്ലിക്കേഷൻ. റീയൂസ് ചെയ്യാൻ പറ്റില്ല ആ ഇൻ ദ റിയൽ കോണ്ടെക്സ്റ്റിൽ. പക്ഷേ എത്ര വേണം, ഇപ്പോൾ ക്രിസ്മസ് കൂട് ഉണ്ടാക്കുന്ന, ഇപ്പോൾ ക്രിസ്ത്യാനികൾ ക്രിബ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വെയിലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇയർബഡ്സ് ഉപയോഗിക്കാം, കളറൊക്കെ അടിച്ചിട്ട്. പെയിൻറ്റിങ് ഇപ്പം തന്നെ ചെയ്യുന്നുണ്ട്, ഇയർബഡ്സ് വെച്ചിട്ട് പെയിൻറ്റിങ് ചെയ്യാൻ പറ്റും. ലോട്ട് ഓഫ് പൊട്ടൻഷ്യലുള്ള പ്രോഡക്റ്റ് ആണിത് ഈ ഇയർബഡ്സ് എന്ന് പറയുന്ന സാധനം. ചെവിയിലിടാൻ മാത്രം വീണ്ടും ഉപയോഗിക്കരുത്. ഓക്കെ, നൈസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് the third and last topic for me, product. Single sock. സിംഗിൾ സോക്സ്, അത് ഭയങ്കര പ്രശ്നമാണ്. അത് സാധനം ഒറ്റ സോക്സ് ഒരു പേരിൽ ഒരെണ്ണം. എൻ്റെ വീട്ടിലൊക്കെ 10,000 എണ്ണം ഉണ്ട് അങ്ങനെ. എന്താ വെച്ചാൽ ഒരെണ്ണം പേര് ഞാൻ പിന്നെ അത് ഇട്ട് പോവും. അപ്പൊ ഷൂ ഞാൻ പിന്നെ അത് ഇറ്റ്സ് എ ട്രെൻഡ് ആവും. മറ്റേ ഞാൻ സോക്സ് ഡിഫറെന്റ്, ചെരുപ്പ് വരെ മാറ്റിയിടുന്നു, ഷൂ മാറ്റിയിടുന്നു ആൾക്കാർ. ഇപ്പൊ ആ വോൾവെറിൻ മറ്റേ ഷൂ വന്നിട്ടുണ്ട്. വോൾവെറിൻ മറ്റേ ഡെഡ് പൂൾ രണ്ട് കളർ ഷൂവാ, ഒന്ന് യെല്ലോവും ഒന്ന് റെഡും ആണ് സാധനം. അപ്പൊ അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞോ, ഒറ്റ സോക്സിനൊക്കെ ഇഷ്ടം പോലെ പണിയുണ്ട്. എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതാണ്. അതായത് സിംഗിൾ സോക്ക് ഉപയോഗിച്ച് ഒരു ആർട്ട് മെറ്റീരിയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ നോക്കുള്ളൂ. കാരണം അല്ലാതെ അതിനെ നമുക്ക് ഈ സിംഗിൾ സോക്സ് തന്നെ ഇട്ട് പോകുന്നവരുണ്ട്, അതില്ലാതെ ഞാൻ പറഞ്ഞില്ല, രണ്ട് സോക്സ് ആയിട്ട് പോകുന്നവരുണ്ട്. പക്ഷെ ഞാനെപ്പോഴും അതിനെ അങ്ങനെ ഇല്ലാത്ത ആൾക്കാർക്ക് എന്ത് ചെയ്യാന്നുള്ളതാണ് നോക്കണത്. ഞാൻ നോക്കണെന്ന് പറയുന്നത് ഞാൻ ശരിക്കും 2 സോക്സ് കണ്ടിട്ടില്ല, അതാണ് നോക്കിയത്. അത് സിംഗിൾ സോക്സ് ഇപ്പൊ സോറി ടു ഇന്ററപ്റ്റ്, സിംഗിൾ സോക്സിന് ലോകത്തിൽ വലിയൊരു ഉപയോഗമുണ്ട്. ഈ ക്രിസ്മസ് സീസണില് നിങ്ങൾക്ക് സാന്റ ഗിഫ്റ്റ് വെക്കുന്ന ഒരു സിംഗിൾ സോക്സിലാണ്. ആ സിംഗിൾ സോക്സിൽ വലിയൊരു സോക്സിന്റെ ഉള്ളിലാണ് നിങ്ങൾ ഗിഫ്റ്റ് മുഴുവൻ വെച്ചിട്ടുണ്ടാവും. അതിലാണ്. അതെ. ഈ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗൾഫിൽ നിന്നായാലും പുറത്തുനിന്നായാലും വരുന്നവര് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നവരുണ്ട്. കുറച്ച് ഐറ്റംസ് അങ്ങനെ വെച്ച് കേടാവാതെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നവർ, അങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ആയിട്ടോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അവർക്ക് എങ്ങനെ ആർട്ടാക്കി എടുക്കാൻ, മാറ്റി കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഒരു കൂർക്കതെല്ലാം വേണ്ടി എടുക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് കഴിക്കാനുള്ള ഒരു ഫാമിലിക്ക് കഴിക്കണം. അല്ല, അങ്ങനെ നമ്മുടെ വീട്ടിൽ ഈ ആപ്പിളൊക്കെ പാക്ക് ചെയ്ത് വരുന്ന നെറ്റ് ഉണ്ടല്ലോ, ഫ്രൂട്ട്സിന്റെ ഒക്കെ നെറ്റുകളൊക്കെ ഒരുപാട് വരണത് അങ്ങനെ തന്നെയാണ്. സിംഗിൾ സോക്സ് ഭയങ്കര വലിയ ആഗോള പ്രശ്നം. അത് കാണാണ്ടാവുന്ന ഉറപ്പാണ്. വേറൊരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഓരോ വീട്ടിലുള്ള സിംഗിൾ സോക്സ് പെയർ ചെയ്യിക്കാനായിട്ട് ആൾക്കാരെ മീറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ വീട്ടിൽ ഒരു സിംഗിൾ സോക്സ് ഉണ്ടായിരിക്കും, മേ ബി അത് എൻ്റെ ഉള്ളതായിരിക്കും. അപ്പൊ അങ്ങനെ വന്ന് നമുക്ക് പെയർ സിംഗിൾ സോക്സ് ആപ്പ് അങ്ങനെ വരണവര് ഇത് ചെയ്യാം. ഐ മീൻ സംസാരിക്കുക, കോഫി കുടിക്കുക, അങ്ങനെയൊക്കെ കൊണ്ടുപോകാം.
സിംഗിൾസ് യൂണിയൻ പോലെ സിംഗിൾ സോക്സ് യൂണിയൻ. അത് വേൾഡ് വൈഡ് ഉള്ള സംഭവമായതുകൊണ്ടാണ്. അല്ല പറയാൻ പറ്റില്ല, ചിലപ്പോ ഇതൊക്കെ ഭയങ്കര ഹിറ്റ് ആവും, നമുക്കറിയില്ല. ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഉണ്ടല്ലോ മറ്റേ. തീർച്ചയായിട്ടും. കാരണം ഇനിയിപ്പോ റിലേഷൻഷിപ്സിന്റെ അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പ് ഒക്കെ വരുമ്പോ നെക്സ്റ്റ് വരുന്നത് അങ്ങനെയായിരിക്കാം. അങ്ങനത്തെ ഇഷ്ടമുള്ളവര് തമ്മിൽ അവര് തമ്മിൽ ഐ മീൻ ഉള്ളവര് തമ്മിൽ ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മള് ടാസ്ക് കഴിഞ്ഞു. അത് ഒരു ബെസ്റ്റ് നെയിം ഫോർ എ ഡേറ്റിംഗ് ആപ്പ് ശരിക്കും അല്ലേ. ആൾക്കാർ തേച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്പിനെ പറ്റി ഏറ്റവും നല്ല പേരാ സിംഗിൾ സോക്സ്. അല്ല നജ്മ? സിംഗിൾ സോക്സ്. അപ്പൊ ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സ്ഥിരം കാണുന്ന കുറെ ബ്രാൻഡുകൾ ഉണ്ടല്ലോ, വലിയ വലിയ ബ്രാൻഡുകൾ. ഉദാഹരണത്തിന് നൈക്കി തന്നെ എടുത്തു. അവരുടെ ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻസ് വന്ന് അതിലൂടെ നല്ല പ്രൊജക്ഷൻസ് ഒക്കെ വന്നിട്ടാണ് അവർ ആൾക്കാരുടെ ഒരു മനസ്സിലേക്ക് വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ ബോർഡിൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ് കാണുന്നുണ്ട്, ടി വിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിലും ഇവർ ആക്ച്വലി നല്ല രീതിയിൽ ഇതിൻ്റെ പിന്നിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് കിടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ പിന്നിൽ വർക്ക് ചെയ്യണ ഏജൻസി ഉണ്ട്. ഇപ്പം നൈക്കിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ വീഡൻ പ്ലസ് കെന്നഡി എന്ന് പറഞ്ഞ 2 പേര് ഇതിന് പിന്നിൽ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു ക്യാമ്പയിൻ, ഇപ്പോൾ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ ഒരു ക്യാമ്പയിൻ അവർ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് യൂട്യൂബിൽ ആദ്യത്തെ 1 മില്യൺ അടിക്കുന്ന വീഡിയോ റെഡിയാണല്ലോ റൊണാൾഡീഞ്ഞോൻ്റെ. അതുപോലെ മരിയ ഷറപ്പോ ഒരു പീക്കിൽ വന്ന ടൈമിൽ പ്രറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനിലൂടെ അവരെ കൊടുന്നു. നൈക്കി ഫുട്ബോൾ എന്ന് പറഞ്ഞിട്ടുള്ള വേറെ ക്യാമ്പയിൻ. അപ്പോൾ ഇതുപോലെ സീരീസ് ഓഫ് ക്യാമ്പയിൻ കൊണ്ടുവരിക, ബ്രാൻഡിനെ പ്രൊജക്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ കാര്യത്തിൽ ബ്രാൻഡിങ് ഏജൻസികൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഏജൻസികൾ എടുക്കുന്ന എഫേർട്ട് വളരെ വലുത് തന്നെയാണ് അല്ലേ. ഇതിൽ ഈ നൈക്കിയുടെ തന്നെ കേസ് എടുക്കും. നൈക്കി എന്ന് പറയുന്ന അത് ഇറ്റ്സ് ബിയോണ്ട് ദ ബ്രാൻഡ്. ശരിക്കും അതൊരു ബ്രാൻഡിനേക്കാളും കൂടുതൽ ഒരു കൾച്ചറാണ്. റൈറ്റ് ഫ്രം ദ നെയിം ഉണ്ടല്ലോ, ഇപ്പം നൈക്കി എന്നുള്ള പേര് തൊട്ടിട്ട് അതിൻ്റെ ഓരോ മൂവുകളും നോക്കിക്കഴിഞ്ഞാൽ അത്രയ്ക്കും കാൽക്കുലേറ്റഡും അത്രയ്ക്കും ക്ലിയറുമാണ്. അത് ഈ നൈക്കി എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു ഗ്രീക്ക് ദേവതയാണ്. ഗ്രീക്ക് ഗോഡസ് ഓഫ് സക്സസ് ആണ് നൈക്കി. അപ്പം വിജയത്തിൻ്റെ ദേവതയാണ് നൈക്കി. അപ്പം നൈക്കി എന്നുള്ള പേര് തന്നെ, ഇപ്പം നമ്മളൊരു നൈക്കിയുടെ ഷൂ വാങ്ങിക്കുന്നു. ഈ ഷൂ വാങ്ങിക്കുന്ന ഒരാളുടെ ആഗ്രഹം എന്താണെങ്കിൽ അത് സ്പോർട്സ് ഷൂ ആണ്. നമ്മൾ ഓട്ടത്തിൽ അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ വിജയിക്കുകയാണ്. അപ്പൊ വിജയിക്കുന്ന ആ ദേവതയുടെ പേരിലുള്ള ഒരു ബ്രാൻഡ് നമ്മൾ അണിയുമ്പോൾ നമ്മളും വിജയത്തിലേക്ക് പോവാണെന്ന് പറയും. ഇപ്പൊ നൈക്കിനെ പറ്റിയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള കഥകളുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടൊന്നും എനിക്കറിയില്ല. ഏറ്റവും രസമായിട്ട് നമ്മൾ പിച്ച് എന്ന് പറയുന്ന പെർഫെക്റ്റ് പിച്ച് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അതിൽ പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കഥയുണ്ട്. ആ കഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേര് കാട്ടിലേക്ക് പോവാണ്, ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പൊ ട്രക്കിങ്ങിന് ഉപയോഗിക്കുന്ന വസ്ത്രം നിങ്ങൾക്കറിയാലോ, കുറച്ചും കൂടി ഭയങ്കര ഹെവി ആയിട്ടുള്ള. ഇപ്പൊ ട്രക്കിംഗ് ഷൂസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ഒരിക്കലും സ്പോർട്സ് ഷൂസ് ഒന്നും ഇട്ട് ട്രക്കിങ്ങിന് പോവില്ലേ. അപ്പൊ കുറെ ലഗേജ് ഉണ്ടാവും, ക്യാപ്പും സാധനങ്ങളും വടിയൊക്കെ കുത്തി ഇങ്ങനെ നടക്കുക. അപ്പൊ പെട്ടെന്ന് ഈ കാട്ടിലെ ഏറ്റവും ഭീകര ജീവി ഏതാണെന്നറിയോ? ഏറ്റവും നമ്മൾ ഉപദ്രവിക്കുന്ന ജീവി ചീറ്റ അല്ല, ഏറ്റവും പേടിക്കേണ്ട ഒരു ജീവി ഉണ്ട്. ആനയല്ല, കരടിയാണ്. കരടി കൊക്കൈൻ ബിയർ ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ബിയറിന്റെ പ്രത്യേകത വെച്ചാൽ അതിന് ഭയങ്കര, സത്യത്തിൽ ആള് വളരെ സാധുവാണ്. പക്ഷെ അത് വയലന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിടിച്ചാക്കി കളയും എന്ന് പറഞ്ഞാൽ കഷ്ണാക്കി കളയുന്നില്ല. അപ്പൊ ഇവരൊരു കരടി പിടിക്കാൻ വരും ഈ 2 ട്രക്കിങ്ങിന് പോയ ആൾക്കാരെ. അപ്പൊ ഈ ട്രക്കിങ്ങിന് പോയ ആൾക്കാരെ കരടി പിടിക്കാൻ വന്നപ്പോ ഇവർ ഓടി. കരടിയാണെങ്കിൽ ഇപ്പൊ ചീറ്റാന്നൊക്കെ പറയുന്ന പോലെ തന്നെ അത്രയും വേഗത്തിൽ ഓടുന്ന ജീവി. നമ്മൾ കാണുമ്പോൾ വളരെ തടിയൊക്കെ തോന്നുന്ന വെച്ചാലും സ്പീഡിന്റെ കാര്യത്തിൽ ആള് മോശക്കാരനല്ല. അപ്പൊ ഈ കരടി പിടിക്കാൻ വന്നപ്പോ ഒരു ഓടിയിട്ട് 2 പേരും ഒരു വലിയ പാറയുടെ പിന്നിൽ മറിഞ്ഞിരുന്നു. കരടി ഓടി വരുന്നുണ്ട്. കരടി ഇവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെയാണ് നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ സത്യത്തിൽ എന്താ ഉണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരാള് വേഗം ചെയ്യുന്നത് അയാളുടെ ഷൂസ് അഴിച്ചിട്ട് നൈക്കിയുടെ ഷൂ ഇടും. അയാളുടെ വലിയ ട്രക്കിംഗ് ഷൂട്ടിൽ കാട്ടിൽ ഓടാൻ പറ്റില്ല. അപ്പൊ അയാൾ അത് അഴിച്ചിട്ട് നൈക്കിയുടെ ഷൂ ഇടും. അപ്പൊ മറ്റേ സുഹൃത്ത് അയാളോട് ചോദിച്ചു, നീ എന്ത് മണ്ടത്തരാ ചെയ്യുന്നത്? ഈ നൈക്കിയുടെ ഷൂട്ട് അതുകൊണ്ട് നിനക്ക് കരടീനെ ഓടി തോൽപ്പിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നുണ്ട്. കരടി അത്രയും വേഗത്തിൽ ഓടുന്നത്. ഈ കരടിക്ക് നൈക്കി അറിയില്ല, ഒന്നും അറിയില്ല. നൈക്കിയൊന്നും കരടില്ല. അപ്പോ ഇയാളിങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഷൂ ഒക്കെ മാറ്റി ഇങ്ങനെ ധരിച്ച് ഓടാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഇയാൾ ചോദിച്ചു, നീ എന്ത് മണ്ടത്തരാ, നിനക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇയാൾ അയാളോടൊരു ഉത്തരം തിരിച്ചു പറയുന്നുണ്ട്. അത് ലോകത്തില് എല്ലാ മാർക്കറ്റേഴ്സും എല്ലാ ബിസിനസ് ഹൗസുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു ഉത്തരമാണ്. അതെന്താവുന്നൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ ഇല്ലെന്ന്? അയാൾ തിരിച്ചു പറയുന്ന ഒരു ഉത്തരമുണ്ട്, ഞാൻ എന്തിനാണ് ഈ നൈക്കിയിൽ ഷൂ ഇടുന്നത് എന്നുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ വിജയത്തിന്റെ ദേവതയാണല്ലോ. അത് മാത്രമല്ല, ഒരു ട്രക്കിംഗ് ഷൂസ് അഴിച്ചു മാറ്റിയിട്ടാണ് നൈക്കിയുടെ ഷൂസ് ഇടുന്നത്.
അപ്പോൾ ട്രക്കിംഗ് ഷൂസിനേക്കാളും അവിടെ നമ്മളെ രക്ഷിക്കും സ്പീഡിൽ ഓടാൻ എന്തായാലും ട്രക്കിംഗ് ഷൂട്ട് പറ്റില്ല. അതെ അതെ അതെ, നന്നായിട്ട് ഓടാനും ജീവൻ ഇനി ജീവൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എനിക്ക് തുടർന്നുള്ള എൻ്റെ ജീവിതയാത്രയിൽ ഒപ്പം ഉണ്ടാവും എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉത്തരമായിരിക്കും ഇതില്. രസകരമുള്ളത് ഇതൊക്കെ പറയാവുന്ന ഉത്തരങ്ങളാണ്, പക്ഷെ സത്യത്തിൽ ഇയാൾ പറഞ്ഞ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. അയാൾ പറഞ്ഞ എനിക്ക് ഈ നൈക്കി ധരിച്ചിരിക്കുന്ന ആളുടെ ഉത്തരം എന്താണെങ്കിൽ, എനിക്ക് കരടീനെ ഓടി തോൽപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നെ ഓടി തോൽപ്പിച്ചാൽ മതി. സത്യത്തില് കരടിക്ക് രണ്ടുപേരെ പിടിക്കില്ല. കരടി മനുഷ്യന്മാരുടെ പോലെയല്ല, വെറുതെ രസം പോയി കൊല്ലില്ല. ഇയാളെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ രക്ഷപ്പെടും. ഓട്ട മത്സരത്തില് ഇയാൾക്ക് ഇയാളുടെ ഇമ്മീഡിയറ്റ് കോമ്പറ്റീറ്ററെ തോൽപ്പിച്ചാൽ മതി. സത്യത്തിൽ ബ്രാൻഡ്സ് ചെയ്യുന്നപ്പോ നൈക്കി പോലെയുള്ള എല്ലാ വലിയ ബ്രാൻഡുകളും ചെയ്യുന്നത് ആദ്യം അവരുടെ തൊട്ട് മുമ്പിലുള്ള കോമ്പറ്റീറ്ററെ തോൽപ്പിക്കുക. അതാണ് ഈ നൈക്കിയുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള, നിങ്ങൾ ആ മൂവി കണ്ടിട്ടുണ്ടോ, എയർ എന്ന് പറയുന്ന മൂവി. ഇപ്പൊ എത്രയോ കാലങ്ങളായിട്ട് ഈ അഡിഡാസ് മാത്രം ഉപയോഗിച്ചിരുന്ന ജോർഡനെ ഇവര് മാറ്റിയെടുക്കുന്നത് അവരുടെ ആ കോമ്പറ്റീറ്ററെ തോൽപ്പിക്കാനായിട്ടുള്ള സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജിയാണ് നൈക്കിനെ ഒരു ബ്രാൻഡിൽ നിന്ന് ഡിഫറെന്റ് ആയി. അവിടെ അവരുടെ ഏജൻസീസ് മാത്രമല്ല, ഫിൽ നൈറ്റ് പോലെ അവരുടെ ആ ഒരു ഓണറിന്റെ വിഷൻ, അതുപോലെ ഈവൻ അവരുടെ ആ വർക്ക്. നീ നമ്മൾ നേരത്തെ ബാസ്കറ്റ് ബോളിനെ പറ്റി പറഞ്ഞില്ലേ, ഇപ്പൊ ആളുകൾ എപ്പോഴും നൈക്കി എന്ന് പറഞ്ഞാൽ ആദ്യം പോകുന്നത് ബാസ്കറ്റ് ബോളാണ്. പക്ഷേ ബാസ്കറ്റ് ബോളിലായിരുന്നവർക്ക് ഏറ്റവും മോശം അവസ്ഥയുണ്ട്. ബാക്കി എല്ലായിടത്തും അവർ സക്സസ്ഫുൾ ആയിരിക്കുമ്പോഴും ബാസ്കറ്റ് ബോളിന്റെ ഡിവിഷൻ പൂട്ടാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവർ എയർ എന്ന് പറയുന്നതിൽ ജോർദാനെ കൊണ്ടുവരുന്നത്. അതില് ആ ഒരു ഏജന്റിന്റെ റോളുണ്ട്, ആ ഡിസൈനറുടെ റോളുണ്ട്. ഷൂ നോട്ട് അഡ്വർടൈസിങ് ഡിസൈനർ അല്ല, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള ആളുണ്ട്. അവരൊക്കെ ചെയ്തത് എന്താണെങ്കിൽ നൈക്കിയും, അത് ഇറ്റ്സ് എ വെരി ബിഗ് ലെസൺ ഫോർ ഓൾ ദ ബ്രാൻഡ്സും ഏജൻസീസിനൊക്കെ. അവർ ചെയ്തത് ഇപ്പോൾ അഡിഡാസും കോൺവേഴ്സ് പിന്നെ നൈക്കിയുടെ ഒപ്പം തന്നെയായി. അഡിഡാസ് ഒക്കെ ചെയ്തത് അന്ന് അഡിഡാസും കോൺവേഴ്സും ആയിരുന്നു അവരുടെ കോമ്പറ്റീറ്റേഴ്സ്. അപ്പോൾ ജോർദൻ ഏറ്റവും കൂടുതൽ പോകാൻ സാധ്യതയുള്ള അഡിഡാസിനാണ്, പിന്നെ കോൺവേഴ്സിനാണ് ഒരു പിച്ചിങ് എബിലിറ്റി ഉള്ളത്. ഇവർ 3 പേരായിട്ട് മീറ്റിംഗ് കൊടുത്തിരുന്നു. അതില് അഡിഡാസും കോൺവേഴ്സും പറഞ്ഞത് ഞങ്ങളുടെ ബെസ്റ്റ് പ്രോഡക്റ്റ്. അപ്പോൾ ജോർദന്റെ മദറാണ് ഈ കാര്യങ്ങൾ നോക്കിയിരുന്നത് ഒരു മാനേജർ പോലെ. അപ്പോൾ നിങ്ങളുടെ മകൻ ഞങ്ങളുടെ ഷൂ ഇട്ട് കഴിഞ്ഞാൽ അവന് കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റും. അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. വി ആർ ദ ബെസ്റ്റ് വേൾഡില്, അത് നിങ്ങളില്ല. പക്ഷേ നൈക്കി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ക്രിയേറ്റഡ് ഒരു നിങ്ങളുടെ മകന്റെ കാലിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഷൂ ഉണ്ടാക്കിയത്. എന്തുകൊണ്ട് നിങ്ങളുടെ മകന് ഇത് ഓക്കെ വെച്ചാൽ നിങ്ങളുടെ മകന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. ഞങ്ങള് അഡിഡാസും കോൺവേഴ്സും ലോകത്തിൽ എല്ലാവർക്കും വേണ്ടി ഷൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളുടെ മകന്റെ കാലും നിങ്ങളുടെ മകന്റെ ആ സൈസും സ്റ്റൈലും ഒക്കെ നിങ്ങളുടെ മകന്റെ തന്നെ ഒരു ലോഗോ വെച്ചിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോ അവിടെ ആൻസർ മറ്റവരൊക്കെ വാട്ടിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഞങ്ങളുടെ പ്രോഡക്റ്റിൽ കുഷ്യനിങ് ഉണ്ട്, പാഡിങ് ഉണ്ട്, അതിന്റെ എയറോഡൈനാമിക് സ്റ്റൈൽ ഉണ്ട്. പക്ഷെ നൈക്കി സംസാരിച്ച് വൈനെ പറ്റിയിട്ട് എന്തിനാണ് നിങ്ങൾ ഷൂ ഓപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ദാറ്റ്സ് എ ബിഗ് ഡിഫറൻസ്. നിങ്ങളത് അതിന്റെ കഥയിൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഈ NBA ഒരു റൂൾ ഉണ്ട്, എന്താണെങ്കിൽ ഇത്രയും പെർസെന്റേജ് ഈ കളേഴ്സ് വൈറ്റ് ആണ് ഉപയോഗിക്കാൻ പാടുള്ളൂ, ഒരു ചെറിയ പെർസെന്റേജ് മാത്രമേ വേറെ കളേഴ്സ് ഉപയോഗിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇത് മുഴുവൻ ബ്രേക്ക് ചെയ്തിട്ടാണ് നൈക്കി ആ ഷൂ ഇറക്കുന്നത്. ഓരോ കളിയിലും ഈ ജോർദാൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഓരോ കളിയിലും മാച്ചിൽ ഫൈൻ അടയ്ക്കണം, ഈ കളർ കൂടിയതിന്റെ പേര്. ആ ഫൈൻ നൈക്കി അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ബ്രാൻഡ് ആവും. അത്രയ്ക്കും എഫേർട്ട് എടുത്തിട്ടാണ് നൈക്കി ഒരു കാര്യം. ദാറ്റ്സ് വാട്ട് മേഡ് ദം സക്സസ്ഫുൾ അങ്ങനത്തെ ബ്രാൻഡുകൾ. അതെ അതെ, തീർച്ചയായിട്ടും. ആ പറയുന്ന ഒരു ഓണറുടെ ഒരു വിഷൻ ഉണ്ട്, അതിന്റെ കൂടെ ഏജൻസി വർക്ക് ചെയ്യണു, പിന്നെ പറഞ്ഞ പ്രൊഡക്റ്റ് ഡിസൈൻ, ഇവരൊക്കെ ഒരുമിച്ച് ചേർന്ന ഒരു ടീം വർക്ക് അതിൽ വരുമ്പോ ഉള്ള ഒരു സക്സസ് ആണ് ആ ബ്രാൻഡിനെ വേറിട്ട് നിർത്തുന്നത്. ഓണർ ഹാസ് ഗോട്ട് എ വെരി ബിഗ് റോൾ ടു പ്ലേ. ഓണറും ഏജൻസിയും തമ്മിൽ അത് ഇപ്പൊ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലൊക്കെ ഇത് ഭയങ്കര എത്ര നല്ല റിസൾട്ട് ഉണ്ടാവുന്നു അത്ര നല്ല ഏജൻസി ഓണർ റിലേഷൻഷിപ്സ് ഉണ്ടാവും. മാത്രല്ല എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരാളെ ബ്രീഫ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ആ ഏജൻസി നിങ്ങൾക്ക് അത്രയും ഭംഗിയായിട്ട് വരും. ഇപ്പൊ നൈക്കിക്ക് വേണ്ടത് അല്ലെങ്കിൽ കൊക്കക്കോള എടുക്കുക. കൊക്കക്കോളയ്ക്ക് വേണ്ടത് ഒരു പക്ഷെ നിങ്ങൾ ആ കഥ കേട്ടിട്ടുണ്ടാവും. കൊക്കക്കോളയുടെ ബോട്ടിൽ റീഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊക്കക്കോള കൊടുത്തൊരു ബ്രീഫ് ഉണ്ട്, ഒരു ക്ലയന്റ് ബ്രീഫ് ഏജൻസികൾക്ക് കൊടുത്തു. ആക്ച്വലി ദാറ്റ് വാസ് എ കോമ്പറ്റീഷൻ ഫോർ ഏജൻസീസ്. ഒരു 10-12 ഡിസൈൻ ഹൗസസ് ആണ് അതിൽ പങ്കെടുത്തത്. വളരെ സിമ്പിളാണ്. പണ്ടൊക്കെ റൗണ്ട് സിലിണ്ട്രിക്കൽ ബോട്ടിൽസ് ആണ് കൊക്കക്കോള ഉണ്ടായിരുന്നത്.
അപ്പൊ അത് ഒരു ബ്രാൻഡ് സക്സസ്ഫുൾ ആകുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ അബിബാസ് എന്നൊക്കെ പറഞ്ഞു വരുന്ന പോലെ. അപ്പൊ റോള കോള, കൊക്ക റോള എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോഡക്ട്സ് വന്നു തുടങ്ങി. കൊക്കക്കോള ഫേമസ് ആയപ്പോ ഇറ്റ് ഹാസ് ഓൾ ദ സെയിം സിലിണ്ടറിക്കൽ ബോട്ടിലാണ്. അപ്പൊ കൊക്കക്കോളക്ക് മനസ്സിലായി ഇങ്ങനെ പോയാൽ പണി പാടും, ഡ്യൂപ്ലിക്കേറ്റ് ബ്രാൻഡ്സ് ഇങ്ങനെ അറിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് കണ്ടു നമ്മൾ പോലും തെറ്റി വാങ്ങിക്കാറ്. ഇറ്റ്സ് ആക്ച്വലി എ ബിസിനസ് സ്റ്റൈൽ, ഒരു ബിസിനസ് മോഡലാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ കോഫി ബൈറ്റ് എന്ന് പറയുന്ന ഫേമസ് മിഠായി, നിങ്ങളുടെ നാട്ടിലൊരു കടയിൽ പോയി കഴിഞ്ഞാൽ കോഫി ബിറ്റ് എന്ന് പറഞ്ഞ മിഠായി കിട്ടും. സത്യത്തിൽ അതിന്റെ ഡിസൈനിൽ ഒന്നും ഒരു വ്യത്യാസം ബിസ്ബേലിക്ക് ബിസ്മില്ലാരിയും മറ്റേ എന്തൊക്കെയോ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ അത്. അപ്പൊ ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ചാൽ കൊക്കക്കോളയ്ക്ക് മനസ്സിലായി പോക്കൊരു പ്രശ്നമാണ് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു, അവർ ഇതിനെ റീഡിസൈൻ ചെയ്യാനായിട്ട് ചെയ്യണം. അപ്പൊ അവരൊരു ആക്ച്വലി അതൊരു ഭയങ്കര രസമുള്ള കഥയാണ്. അത് ശരിക്കും ഡിസൈനിൽ ഒരു വലിയ ലാൻഡ്മാർക്കാണ് ഈ ഡിസൈൻ ഹിസ്റ്ററിയിൽ. ആ കൊടുത്ത ബ്രീഫ് കൊക്കക്കോളയുടെ ഓഫീസിൽ വലുതായിട്ട് അവർ പ്രിന്റ് ചെയ്ത് വെച്ചു. അതെന്താ ബ്രീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന ബോട്ടിൽ ദാറ്റ് മസ്റ്റ് ബി സോ ഡിസ്റ്റിങ് ദാറ്റ് നിങ്ങൾ ഈവൻ ഇഫ് യു ടച്ച് ദാറ്റ് ബോട്ടിൽ ഇൻ ദ ഡാർക്ക്, ഇരുട്ടത്താണ് നിങ്ങൾ ആ ബോട്ടിൽ പിടിച്ചു നോക്കണേ വെച്ചാലും നിങ്ങൾക്കത് കൊക്കക്കോളയുടെ ബോട്ടിലാണെന്ന് മനസ്സിലാവും. അടുത്തത് അവർ പറയുന്നത് അത് പൊട്ടി ചെതറി നിലത്ത് കഷ്ണങ്ങളായിട്ട് കിടക്കുകയാണെങ്കിൽ എന്നാൽ വരെ അത് കൊക്കക്കോളയുടെ ബോട്ടിലാന്ന് മനസ്സിലാവും. അപ്പൊ അത്രയും ഭയങ്കര ഒരു ബ്രീഫ് ഇതുവരെ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന് മേലൊരു ബ്രീഫ് കൊടുക്കാൻ പറ്റില്ല. ഇത്രയും വലിയൊരു ഐഡന്റിറ്റി അവരങ്ങനെ റിസർച്ച് ചെയ്തിട്ടാണ്. ഈ കൊക്കോ ഷേപ്പിലാണ് സത്യത്തിൽ കൊക്കക്കോളയുടെ ബോട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സത്യത്തിൽ കൊക്കക്കോള എന്നുള്ള പേരും കൊക്കോ തമ്മിൽ ഒരു ബന്ധമില്ല. പക്ഷെ അതിന്റെ ബോട്ടിൽ കൃത്യമായിട്ട് ഇൻസ്പയർഡ് ആവുന്നത് അത് ലൈബ്രറിയിൽ ഇരുന്ന് ഇവർ കാണുന്ന ഷേപ്പ് വെച്ചിട്ട്. അത് ഇറ്റ്സ് എ കോപ്പിറൈറ്റഡ് പേറ്റന്റഡ് ഡിസൈനാണ്. ഈ പല ആൾക്കാരും ഇറക്കേണ്ടി ഇപ്പോഴും കൊക്കോ ഐ ഗോട്ട് ദാറ്റ് യുണീക് ബോട്ടിൽ വിത്ത് മീ, ഞാൻ അത് എടുത്തു വെച്ചിട്ട് കളക്ടേഴ്സ് എഡിഷൻ എന്നുള്ള പോലെ. ആ ബോട്ടിൽ ഇപ്പൊ ഇത് ഒരു ഏജൻസി എടുക്കുന്ന എഫേർട്ട്, അതിന്റെ പിന്നിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ജസ്റ്റ് ഡു ഇറ്റ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ ഫൈൻഡ് ചെയ്യുന്നതൊക്കെ ഒരു ഏജൻസി എത്രത്തോളം എഫേർട്ട് എടുക്കുന്നുണ്ട്. അത് ഏജൻസി ഇപ്പൊ നമ്മളൊക്കെ വി പ്രിഫർ, ഇപ്പോൾ ഐ വർക്ക് ആസ് ഒരു ഫ്രീലാൻസ് കൺസൾട്ടൻസിയും, പക്ഷെ അപ്പോഴും ഐ പ്രിഫർ ടു വർക്ക് ഇൻ എ ടീം. ഈ ടീം എന്ന് പറയുന്നതിന്റെ ഗുണം എന്താ, ഇതൊരു കളക്റ്റീവ് എഫേർട്ട്. ആ ഒരു ബ്രെയിൻ ഒരാളുടെ അല്ല. അപ്പൊ അവിടെ എന്താണെങ്കിൽ ഇപ്പൊ റീസെന്റ് തന്നെ ഐ ഹാവ് എൻ എക്സാമ്പിൾ. ഇപ്പൊ യു കൻ ഷോ ദാറ്റ് ഇൻ യുവർ വീഡിയോ. ശരിക്കും വേണമെങ്കിൽ എന്താണെങ്കിൽ ഇപ്പൊ KLF വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. അപ്പോൾ ഞങ്ങൾ അതിലൊരു ഷെഡ്യൂൾ ബുക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വി ഹാവ് എ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അപ്പോൾ ബ്രാൻഡ് ഗൈഡ് ലൈൻസ് വർക്ക് ചെയ്യുമ്പോൾ ആ ബ്രാൻഡ് ഗൈഡ് ലൈനിൽ വെച്ചിട്ട് തന്നെ നമ്മളുടെ ഡിസൈനർ ഒരു കവർ ഡിസൈൻ ചെയ്യും. ഓക്കെ, ആൻഡ് സെൻഡ് ഇറ്റ് ടു മീ ഫോർ അപ്രൂവൽ. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചിട്ട് കാലിക്കറ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് യു ഹാവ് ടു ബ്രിങ് കാലിക്കറ്റിന്റെ ഒരു എലിമെന്റ് ഇതിൽ കൊണ്ടുവരും. സംഗതി തെറ്റൊന്നുമില്ല. ഇതിപ്പോ അങ്ങനെ കൊടുത്താലും ക്ലയന്റ് അപ്രൂവ് ചെയ്യും, ബിക്കോസ് ഇറ്റ് സ്റ്റിക്സ് ടു ദ ബ്രാൻഡ് ഗൈഡ് ലൈൻ. പക്ഷേ ഇതൊരു വ്യത്യാസം ഉണ്ടാക്കണം. കോഴിക്കോട് എന്ന് പറഞ്ഞൊരു എലിമെന്റ് അതിൽ കൊണ്ട്. അപ്പൊ ഓബ്വിയസ്ലി ഓപ്റ്റഡ് ഫോർ കടൽപ്പാലം. കോഴിക്കോടത്തെ ഭയങ്കര ഫേമസ് കടൽപ്പാലമാണ്. ഈ പാറ്റേൺസിന്റെ ഉള്ളിൽ അവനത് വെച്ചു. അതിനുശേഷം ഞാൻ നോക്കുമ്പോ എനിക്ക് തോന്നി കോഴിക്കോട് വന്നു, ഇനി വേണ്ടത് ലിറ്ററേച്ചർ. കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടക്കുന്ന കോഴിക്കോട്. അപ്പൊ എന്തുകൊണ്ട്, അപ്പൊ ഐ വാസ് ജസ്റ്റ് ലുക്കിംഗ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എന്റെ വീട്ടിൽ നല്ലൊരു ആർട്ടിസ്റ്റ് ഉണ്ട് ടീമിൽ, അനീഷ് ചാലിശ്ശേരി. അപ്പോൾ അനീഷിനോട് ഞാൻ പറഞ്ഞു, അനീഷ് ഞാനൊരു സ്ക്രിബിൾ തരാം. അതെന്താ വെച്ചാൽ ഈ കടൽപ്പാലങ്ങൾ മുഴുവൻ പേനകൾ പോലെയാക്കാൻ പറ്റും. ഇത് ഒരു വടി കുത്തി വെച്ച പോലെ തന്നെ. അപ്പൊ ഐ ജസ്റ്റ് സ്ക്രിബിൾ ഇട്ട് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പേനയുടെ ഔട്ട്ലൈൻ ചെയ്യാം. അപ്പൊ എങ്ങനെ ചെയ്യണം, നമ്മൾ ഈ ഷെഡ്യൂൾ കിട്ടി. സത്യത്തിൽ അതിൽ ഈ പേനയൊന്നുമില്ല, നമ്മൾക്ക് ബോറടിക്കുന്നു. നമ്മൾ കുട്ടികളായിരിക്കുമ്പോ പേന എടുത്തിട്ട് ഇതിന്റെ മുകളിൽ കൂടെ വരയ്ക്കും, അല്ലെങ്കിൽ പെൻസിൽ എടുത്തിട്ട് അതുപോലെ വരയ്ക്കണം. അപ്പൊ ഈ കടൽപ്പാലങ്ങളൊക്കെ മുകളിൽ അനീഷ് വരച്ചിട്ട് പേനകളാക്കി മാറ്റി. ആ ഡിസൈനാണ് ആക്ച്വലി വി ഡിഡ് ഇറ്റ് ഫോർ ദ ഷെഡ്യൂൾസ്. പക്ഷെ അതാണ് ഔട്ട്ഡോർ ക്യാമ്പയിനിൽ വരെ പോയിട്ടുള്ളത്. അതുകൊണ്ട് അത് 3 ആളുകളുടെ എഫേർട്ട്. അതിന്റെ കോൺസെപ്റ്റ് ഞാൻ ഉണ്ടാക്കിയത്, അതിന്റെ ഫസ്റ്റ് ഡിസൈൻ ഒരാൾ ഉണ്ടാക്കിയത്, അതിന്റെ മുകളിലാണ് ഞാൻ സെക്കൻഡ് തോട്ട് പേന വരുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്ന പേരാണ്. അപ്പൊ മാത്രമാണ് ഈ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ടു വർക്ക് ആസ് എ ടീം. കാരണം അതിൻ്റെ ഒരു നമുക്ക് ഈ റീച്ച് ആവുക അല്ലെങ്കിൽ വൈറലാവുക എന്നൊക്കെ പറയണതിന് പിന്നിൽ ഇതുപോലെ 2-3 ക്രിയേറ്റീവ് ബ്രെയിൻ ഒരുമിച്ച് നിന്ന് ടീം വർക്കായിട്ട് നിൽക്കുമ്പോഴുള്ള ഒരു എഫക്റ്റ് വേറെ തന്നെ. എഫേർട്ടിനാണ് എഫക്റ്റ് വരുന്നത്, അല്ല അതിപ്പോൾ ഒരാൾ മാത്രം ചിന്തിക്കുന്നതുകൊണ്ടല്ലല്ലോ ഇങ്ങനെ ഉണ്ടാവുന്നത്. Let's start with a game.
ജാഗ്വറിന്റെ റീബ്രാൻഡിങ് ഇപ്പൊ ഭയങ്കര കോൺട്രവേഴ്സ്യൽ ആയിരുന്നു. ആയിട്ട് വന്നല്ലോ. അതെ. കഴിഞ്ഞാൽ ഒരു ഭയങ്കര മാൻലി ലോഗോ എന്ന ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ട് കുറച്ച് ഈ റൗണ്ട് ഫോൺസ് ഫെമിനിൻ ലോഗോ. പക്ഷെ ഐ സ്റ്റിൽ റേറ്റ് ഇട്ട് ഒരു 4/5 ഒക്കെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇക്കോ ബ്രാൻഡിങ് എന്നൊക്കെ പറയും, മിനിമലിസ്റ്റിക് ആവുക, മാക്സിമം ചെറുതാക്കുക, പിന്നെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലോഗോസ് ഉണ്ടാവുക. ഈവൻ അതിന്റെ പർപ്പസ് ഈ EV വെഹിക്കിൾസിന് വേണ്ടിയിട്ടാണ് അവർ മാറുന്നത്. ഈ കാർബൺ സീറോ നെറ്റ്വർക്കിലേക്ക് പോകുമ്പോൾ മിനിമൽ, അത് അതിന്റെ പൊല്യൂഷൻ ഒക്കെ മിനിമൽ ആവുന്ന പോലെ തന്നെ അതിന്റെ ഈ ഇക്കോ ബ്രാൻഡിങ് ഇസ് എ പാർട്ട് ഓഫ് അതിന്റെ ഒരു ആക്ടിവിറ്റി. അതുകൊണ്ടാണ് ഇതിന് ഞാൻ 4 ഔട്ട് മറ്റേ 4 out of 5 കൊടുക്കുന്നത്. ഞാനിതിനൊരു 3 കൊടുക്കും. കാരണം ഇത് വലിയൊരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇവൻ ആ ഒരു പുലി അതിന്റെ ഒരു ഹൈലൈറ്റ്, സോ അതിനെടുത്ത് കളഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മെയിൻ ഹൈലൈറ്റ് ഒരു സംഭവം പോയി. പിന്നെ ആ ലോഗനൊന്നും കൂടി അവർ പറഞ്ഞൊരു അവർ അവതരിപ്പിച്ചിരിക്കണത് അങ്ങനെയാണല്ലോ, കോപ്പി നത്തിങ് എന്ന് പറഞ്ഞു വന്നു. ഇവൻ എലോൺ മസ്ക് തന്നെ നിങ്ങൾ കാർ തന്നെയാണോ നോക്കണമെന്ന് ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ നത്തിങ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അതിനെ കോപ്പി ചെയ്യാന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ലോഗോ എടുക്കുമ്പോൾ ലോഗോം പ്ലസ് അതിന്റെ അഡ്വർടൈസ്മെന്റ് ഇറക്കിയതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ 3 out of 5 ആണ്. ആപ്പിളിന്റെ ലോഗോ റീബ്രാൻഡ് ഈസ് വൺ ഓഫ് ദം, എന്താ പറയാ, ആപ്പിളിന്റെ ലോഗോ തന്നെ ഏറ്റവും ഐക്കോണിക് ലോഗോസ് ഒന്നാണ്. അതിനെപ്പറ്റി കുറെ കഥകളുണ്ട്. അതിൽ ഭൂരിഭാഗം കഥയും സത്യമല്ല എന്നുള്ളതാണ് കാര്യം. കഴിഞ്ഞാൽ ആപ്പിൾ എന്നുള്ള പേര് പറഞ്ഞതിനെ പറ്റി കഥയുണ്ട്. ആപ്പിള് മറ്റേ അൾട്ടിമേറ്റ് ടെംപ്ടേഷൻ ആണ് ഈ മറ്റേ ഹൗവ കൊടുത്തത് ആപ്പിൾ ഒന്നല്ല സത്യത്തിൽ, പക്ഷെ നമ്മൾ ആപ്പിൾ എന്നാ പറയാറ്. അതിലെ ബൈറ്റ് ഹൗവ മറ്റേ കൊടുത്ത് കടിച്ചു കൊടുക്കണെന്ന് പറയും. പിന്നെ ഈ അലൻ ട്യൂറിങ് മറ്റേ കമ്പ്യൂട്ടർ ലാംഗ്വേജിന്റെ ഫാദർ, അയാള് മരിക്കുന്നത് മറ്റേ ആപ്പിളിൽ പോയിസൺ കുത്തി വെച്ചിട്ടാണ്. അപ്പൊ ആൾക്കുള്ള ട്രിബ്യൂട്ട് ആണ് ആപ്പിൾ എന്ന് പറയും. ഇതൊന്നും സത്യമൊന്നുമല്ല. ഇത് സത്യത്തില് ഫ്രൂട്ടേറിയൻ മറ്റേ സ്റ്റീവ് ജോബ്സ്, പുള്ളിക്ക് അപ്പൊ ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടിന്റെ പേര് പറഞ്ഞ ആപ്പിൾ. ആ ബൈറ്റ് തന്നെ ഉണ്ടാക്കുന്നത് അവര് അതിനെ പേരെന്നും മറ്റൊന്നൊക്കെ വ്യത്യസ്തമായിട്ട് റോബ് ജാനസ് പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ചെയ്താണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ലോഗോ, 5 out of 5 കൊടുക്കാവുന്ന ലോഗോ. ഞാൻ 5 out of 5 തന്നെയാണ് കൊടുക്കുക. കാരണം മുൻപുള്ള ലോഗോ എടുക്കുമ്പോ തന്നെ ഇൻസ്റ്റന്റ് ആപ്പിളിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് ഇരിക്കണത് പിന്നെ കമ്പ്യൂട്ടർക്കോ വലിയൊരു എന്താ പറയാ ശരിക്കും ഒരു ഓൾഡ് ലോഗോ ആയിട്ട് തന്നെയാണ്. പക്ഷേ ആ ഓൾഡ് ലോഗോന്റെ പിന്നിൽ ഭയങ്കര വലിയൊരു കഥയുണ്ട്. ആ ലോഗോ ഡിസൈൻ ചെയ്തത് ആപ്പിളിന് നമ്മൾ അറിയുന്ന 2 പാർട്ട്നേഴ്സ് ഉണ്ട്, സ്റ്റീവ് ജോബും സ്റ്റീവ് വോസ്റ്റ്. മൂന്നാമതൊരു പാർട്ട്ണറും കൂടി ഉണ്ട്, ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ആ മൂന്നാമത്തെ പാർട്ട്ണറാണ് ആ ലോഗോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആ പാർട്ട്ണർ ആപ്പിളിന്റെ തുടക്കത്തിൽ തന്നെ അതിന്ന് റിസൈൻ ചെയ്തു. ഹി വാസ് വിത്ത് അറ്റാരി, ഇവര് വോസ്നിക്കിന്റെ ഒക്കെ ലീവായിരുന്നു തോന്നുന്നു. അപ്പൊ ആള് ആപ്പിളിൽ നിന്ന് പോയപ്പോ ആൾക്ക് വന്ന നഷ്ടത്തിനെ പറ്റിയിട്ട് ഇപ്പോഴും ആൾക്കാർ ചർച്ച ചെയ്യാറുണ്ട്. എത്ര കോടികളായിരിക്കും. പക്ഷെ ഈസ് എ ഗുഡ് ബിസിനസ് മാൻ. പുള്ളിക്ക് വലിയ നഷ്ടമൊന്നുമില്ല, പുള്ളി വേറെയും ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആള്. പെപ്സിയുടെ ഈ ബ്രാൻഡ് ലോഗോയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ മേ ബി ഒരു 15 to 20 years കഴിഞ്ഞിട്ടാണ് ഈ പെപ്സി എന്നുള്ളത് വീണ്ടും ആ റൗണ്ടിന്റെ ഉള്ളിൽ വരുന്നത്. അത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ റെവല്യൂഷൻ. ദാറ്റ് ഈസ് എ ക്ലാസിക് ലോഗോ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു തിരിച്ചുവരവാണ്. പിന്നെ ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇപ്പൊ നേരത്തെ നമ്മൾ ഈ കാർബൺ ന്യൂട്രൽ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ബ്ലാക്ക് എന്ന് പറയുമ്പോൾ സീറോ ഷുഗർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് അവർ ബ്ലാക്കിന് ഫോക്കസ് ചെയ്യുന്നത് പെപ്സിയുടെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഐ ഗിവ് ഇറ്റ് ഒരു 4 out of 5 എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. അതെ, ഞാനൊരു 5 out of 5 കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫോണ്ട് വന്നു എന്നുള്ളത് മാത്രമല്ല, അവർ ആ ടിൽറ്റും കൂടെ ഇതിന്റെ ഭാഗമായിട്ട് റെഡി ആക്കിയിട്ടുണ്ട്. അതായത് ക്ലാസിക് ലോഗോന്റെ ഇതിൽ ഉള്ളിലേക്ക് പോവുക. പിന്നെ ഒന്നും കൂടെ ഷൈനിങ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ആ ഒരു ബ്ലൂ കളറൊക്കെ മുമ്പുള്ളതിനേക്കാളും ഒരു ഷൈനിങ് ലെവലിലേക്ക് കൊടുക്കുന്നുള്ളതുകൊണ്ട് തന്നെ നല്ല ലോഗോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ 3rd ലോഗോ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ലോഗോ ആണ്, ഒരു ആർട്ട് പീസ് എന്നുള്ള നിലയിൽ. പക്ഷെ ഒരു ലോഗോന്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു ക്രിയേറ്റ് ലോഗോ, ഇത് ഒരു മെറ്റീരിയലിൽ മാത്രമല്ല ഉപയോഗിക്കുന്നത്. വെറും കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാനോ പേപ്പറിൽ പ്രിന്റ് ചെയ്യാനോ മാത്രമല്ല ലോഗോ ഉള്ളത്. അതിന് ഈവൻ മെറ്റലിലും നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട, ഒരു വുഡിലും ചെയ്യാം. അപ്ലിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ലോഗോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇൻസ്റ്റയുടെ പുതിയ ലോഗോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ലോഗോ ആണ്. നിങ്ങൾക്ക് ഏതൊരു സർഫസിലും വളരെ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അപ്ലിക്കേഷൻ. അത് നിങ്ങൾ ഏത് ലോഗോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ ലോഗോ ഭംഗി ഉണ്ടാവും, പക്ഷെ അതൊരു ബോർഡായിട്ട് വരുമ്പോൾ ഒരു കട്ട്ഔട്ട്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഒരു ലൈറ്റ് ഇടാൻ പറ്റില്ല ചിലപ്പോൾ. അതൊരു പ്രാക്ടിക്കൽ ആസ്പെക്ട് കൂടിയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റയുടെ പുതിയ ലോഗോ ഇസ് ഗുഡ്. ഞാൻ എപ്പോഴും ഒരു മാർക്ക് കുറയ്ക്കണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒന്നും ഉണ്ടാവില്ല ഇൻസ്റ്റയ്ക്ക് കൊടുക്കുന്നത്. ഞാൻ ഇൻസ്റ്റയുടെ ഈ ലോഗോ ചേഞ്ച് ചെയ്ത് ആക്ച്വലി
ഇപ്പൊ ഉള്ള ലോകവും മുമ്പുള്ള ലോകവും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പക്ഷെ അതിന് മുമ്പുള്ള ഒരു ലോകം ഉണ്ടായിരുന്നല്ലോ, അത് ശരിക്കും ഒരു ക്യാമറയുടെ ഐക്കണാണുള്ളത്. ആൻഡ് അതിൽ നിന്നാണ് ഇപ്പോഴതിനേക്കാളും മുമ്പുള്ള ലോകയ്ക്ക് ഒരു വന്നത്. ഈ ഇപ്പോഴുള്ള രണ്ട് ലോകം തമ്മിൽ അധികം ചേഞ്ച് ഇല്ല, കളറിലും ചേഞ്ച് ഇല്ല, കളർ പെല്ലറ്റിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. പക്ഷെ ആ ഐക്കണിക് ആയിട്ടുള്ള ക്യാമറയുടെ ഐക്കൺ എന്ന് മാറിയപ്പോഴുള്ള ചേഞ്ച് എനിക്ക് തോന്നിയത്, നോർമലി ക്യാമറ യൂസ് ചെയ്യുന്ന ആപ്സ് ഉണ്ട്, ഇപ്പൊ കാൻഡി ക്യാം പോലുള്ള ഫിൽറ്റർ യൂസ് ചെയ്യുന്ന ആപ്സ്. അപ്പൊ അതിന്നൊക്കെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനെ വേറിട്ട് നിർത്താന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ ആ ക്യാമറയുടെ ഐക്കൺ വെച്ചത് തുടങ്ങാൻ തന്നെ കാരണം ഇതൊരു ഫോട്ടോ ഷെയറിംഗ് ആപ്പ് ആയിരുന്നല്ലോ, അതുകൊണ്ടാണ് അത് ചെയ്തത്. പക്ഷെ അവിടുന്ന് മാറ്റം വന്നപ്പോൾ അവർ ഇതിനെയും മാറ്റി, ഇതിനെയും പിടിച്ചു മാറ്റി. സോ അതിൽ എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിരുന്നു. ഒന്ന് വേറിട്ട് നിർത്താന്നുള്ളതിൽ ഞാനൊരു 4/5 കൊടുക്കുന്നുണ്ട്. ആൻഡ് അതിൽ നിന്ന് കളർ പല്ലറ്റ് മാറിയിൽ എനിക്ക് പ്രത്യേകിച്ച് അതിനൊരു വലിയ വ്യത്യാസം തോന്നിയിട്ടില്ല. അത് അവരുടെ ഒരു ട്രെൻഡിയാണ്, എല്ലാവർക്കും പോകുന്ന ഒരു കളർ, യങ്ങാണ്, വൈബ്രന്റ് ആണ്. അതെ, അതിന് ചെറിയൊരു മൈന്യൂട്ട് ചേഞ്ച് കൊടുത്തുള്ളൂ. ഓക്കെ, ഒരു 4/5. ഈ സ്പോട്ടിഫൈ ലോഗോയുടെ പൊതുവെ അങ്ങനത്തെ ലോഗോസിന് ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന സ്റ്റൈലല്ല. ബിക്കോസ് അത് ഹൊറിസോണ്ടലാ. ഹൊറിസോണ്ടലായിട്ടുള്ള ലോഗോകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനെ ഇപ്പോഴത്തെ ഒരു കാലത്ത് അതിന് സോഷ്യൽ മീഡിയയിൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് ലോഗോസിൽ വരും. അപ്പോൾ ആ ഈ സ്പോട്ടിഫൈ ലോഗോയുടെ ഐക്കൺ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വെച്ചാൽ, ഈ മൊത്തം ഒരു റൗണ്ടിൽ ഈ ഒരു വലിയ ലോഗോ പ്ലേസ് ചെയ്ത് ഒരു നടുവിലൊരു തിൻ ലൈൻ പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പക്ഷെ അതിന്റെ കളേഴ്സ് ആർ വൈബ്രന്റ്, ഭയങ്കര പെട്ടെന്ന് എടുത്തിട്ടുണ്ട് ഏതൊരു ബാക്ക്ഗ്രൗണ്ടിലും കാണുന്ന കളർ. ഗ്രീന് ചേഞ്ച് വന്നപ്പോ കുറച്ചും കൂടി വൈബ്രന്റ് ആവുക, നോർമൽ സാധനത്തിന് ഡാർക്ക് ഒക്കെ പോയി കുറച്ചും കൂടി. അതെ അതെ അതെ, ആ ബ്ലാക്ക് എന്നുള്ള എലിമെന്റ് അവർ അതിൽ നിന്ന് കളഞ്ഞു ശരിക്കും, വൈറ്റും ഗ്രീനും ആണെന്ന്. അപ്പൊ ബട്ട് ഐ സ്റ്റിൽ പ്രിഫർ ഇങ്ങനെ നമ്മൾ ഈ കുറെ പരന്ന ലോഗോകൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലത്ത് അത്ര നല്ല ഒരു സ്റ്റൈലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനൊരു 3/5 കൊടുക്കും. ഞാനും സെയിം റേറ്റും 3/5 തന്നെയാണ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ പോലെ അവര് പിന്നെ ആ ഒരു വലിയ ചേഞ്ചും കൊടുത്തിട്ടില്ല. പക്ഷെ ഈവൺ ആ കൊടുത്തിട്ടുള്ള ചേഞ്ച് നല്ല തന്നെയായിരുന്നു. രണ്ടും ഒരേ കളറിൽ കൊടുന്ന് മോണോക്രോമാറ്റിക് ആക്കി ഈവൻ ടെക്സ്റ്റൈൽ ലോഗോയിൽ അവർ ഷൈനിങ് കൊടുത്തു എന്നുള്ളത്. പക്ഷെ ഒരു റൗണ്ടിൽ സ്പോട്ടിഫൈയുടെ സിമ്പിൾ വന്നിട്ട് ആ ഒരു ടെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ഇതാണ്. റൗണ്ട് ഇഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. മുഴുവൻ ലോഗോ ഇതിന് മുൻപുള്ള ലോഗോ അങ്ങനെയായിരുന്നു, അതിൽ സ്പോട്ടിഫൈ എന്ന് എഴുതിയിട്ടായിരുന്നു. ഇപ്പോ ഈ ഏജൻസി ഓണേഴ്സിന്റെ കാര്യം പറയുമ്പോൾ, പ്രത്യേകിച്ച് ബ്രാൻഡിങ് ഏജൻസി ഇപ്പോൾ കേരളത്തിലായാലും കൂടുതലായിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് ഒരു ഇതിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ഒക്കെ അപ്പുറത്തേക്ക് വരുന്നത് ഇവിടെ പേഴ്സണൽ ബ്രാൻഡിങ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്ന ബിസിനസ് ഓണേഴ്സിന്റെ ഒക്കെ പേഴ്സണൽ ബ്രാൻഡിങ് ആണ് വരുന്നത്. അപ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് വരുമ്പോൾ നമുക്ക് പക്ഷെ അതിന് മോഡൽസ് ഉണ്ട്, പുറമേയുള്ള മോഡൽസ്. അത് ഈവൻ ഫോറിനിൽ ചെയ്തിട്ടുള്ളത് മാത്രമല്ല, ഇന്ത്യയിലായിക്കോട്ടെ, നോർത്തിൽ ചെയ്യുന്നതായിക്കോട്ടെ, ഈവൻ തമിഴ്നാട്ടിൽ വരെ അവരതിന് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് കണ്ടു കഴിയുമ്പോൾ, പ്രത്യേകിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മുടെ രാംരാജ് മുണ്ടുണ്ടല്ലോ, രാംരാജ് മുണ്ടിന്റെ ഓണർ KM രാംരാജ് ഈ അടുത്താണ് ആളുടെ പേഴ്സണൽ ബ്രാൻഡിങ് സ്റ്റാർട്ട് ചെയ്യണേ. ആൾ ആക്ച്വലി വലിയൊരു ഓണ്ടർപ്രണറാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ആവശ്യകത അല്ലെങ്കിൽ നെസസിറ്റി മനസ്സിലാക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്രയും വലിയൊരു ബിഗ് ബിസിനസ് നടത്തുന്ന ആള് എന്തിന് ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നിട്ട് സംസാരിക്കണം, ആളുടെ ബ്രാൻഡിനെ റെപ്രസെന്റ് ചെയ്തിട്ട് സംസാരിക്കുമ്പോൾ ആള് പറയണത് ആളുടെ സ്റ്റോറീസ് ഒക്കെയാണ്. എന്തിനാ ആളുടെ മുണ്ടിന്റെ ബിസിനസ് എന്തിനു സ്റ്റാർട്ട് ചെയ്തു, അതായത് ആളൊരു സ്റ്റോറിയാണത്. ആ സ്റ്റോറിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു വേദിയിൽ പോയിട്ട് മുണ്ടെടുത്ത കാരണം അവിടെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ ആള് അവിടുന്ന് അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് തുടങ്ങണത്. അപ്പോൾ ഒരു ഓണ്ടർപ്രണർ എന്നതിനേക്കാൾ ഒരു കൾച്ചറൽപ്രണർ എന്നുള്ളൊരു കാറ്റഗറിയിലേക്കാണ് ആളെ തന്നെ പൊസിഷൻ ചെയ്യണം. പിന്നെ അതിൽ ജയറാമിനെ കൊടുന്ന കാര്യം, അങ്ങനെയുള്ള കുറെ സ്റ്റോറീസാണ് ആൾക്ക് പറയാനുള്ളത്. ഇൻസ്പയറിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ തന്നെ നോർമലി ഒരു അഡ്വർടൈസ്മെന്റ് മാർക്കറ്റിങ്ങിന്റെ ഒക്കെ അപ്പുറത്തേക്കുള്ള കാര്യമാണ് ആൾ ചെയ്യണത് അല്ലെങ്കിൽ പറയണത്, ആ സ്റ്റോറികളിലൊക്കെ കൊണ്ടുവരണം. അപ്പോൾ അതുപോലുള്ള കുറെ സ്റ്റോറികളൊക്കെ ഇവിടെയുള്ള ബിസിനസ് പേഴ്സൺസിനും പറയാനായിട്ടുണ്ട്, ബിസിനസ് ചെയ്യുന്നവർക്ക്. അങ്ങനെ ബ്രാൻഡിനെ അവരെ തന്നെ പേഴ്സണൽ ബ്രാൻഡ് ചെയ്ത് പൊസിഷൻ ചെയ്യുന്ന ഒരു ഇത് ഇനി വരുമല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ് തുടങ്ങി ക്യാമറയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞതിലുള്ള ഒരു മടിയൊക്കെ പ്രത്യേകിച്ച് മലയാളികൾക്ക് അങ്ങനെ മറ്റുള്ളവരെന്താ വിചാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ 2025 അങ്ങനെ ഒരു ഇത് വന്നു തുടങ്ങുമ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും ഇതൊരു സക്സസ്ഫുൾ മോഡലാക്കിയിട്ട് കൊണ്ടുവരുമ്പോൾ, ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണ് ഒരു ഏജൻസി ഓണർ അല്ലെങ്കിൽ ഏജൻസിയും ഒരു ക്ലയൻറ്റും തമ്മിൽ ഓണർ നമ്മൾ റിലേഷൻഷിപ്പ് വെച്ച് എങ്ങനെയായിരിക്കണം ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടത്? ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോഴേ ഇതിലിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളി ഇഷ്യൂന്ന കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ഇപ്പോൾ ഓവർകം ചെയ്തിട്ടുണ്ട്. മലയാളികളുടെ പ്രശ്നം എന്താണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊക്കെ പറയുക, മലയാളികളുടെ ജീവിതത്തിൽ 3 ഫേസാണുള്ളത്.
ഒന്ന് ജനിക്കുക, രണ്ടാമത്തെ മരിക്കുക എന്നുള്ളത്. ഇതിന്റെ ഇടയില് മൂന്നാമത്തെയാണ് മരിക്കുക. ഇതിന്റെ ഇടയില് നാട്ടുകാരെന്ത് വിചാരിക്കും എന്നുള്ളതാണ് ഈ രണ്ടാമത്തെ ഫേസ്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഇപ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ എന്റെയൊക്കെ കാലത്ത് ഇപ്പൊ നമ്മളുടെ ഒരു കോളേജിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് മടിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ മറ്റുള്ള ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ഓവർകം ചെയ്ത പോലെ തന്നെ കൾച്ചർ ചേഞ്ച് പോലെ തന്നെ നമുക്കിപ്പോ കുറെയൊക്കെ ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനൊക്കെ റെഡി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോഴും ഇതെന്താണെങ്കിൽ ഇതിന്റെ ഒരു ബേസിക് കാര്യമുണ്ട്. ഇതിപ്പോ എൻ്റെ അപ്പനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ടിട്ട് വരുമ്പോ പുള്ളി എന്നോട് ചോദിക്കും, നീ കുതിരപ്പുറത്തുനിന്ന് വീണുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാന് എന്താണ് നമ്മൾ വേഗം ടെൻഷനിലിരിക്കണം, അപ്പൊ എന്താ ഇപ്പം പറയണേന്നൊക്കെ ചോദിക്കും. ആൾ പറയല്ല, നീ പറയേ നീ കുതിരപ്പുറത്തുനിന്ന് വീണുണ്ടോ. അപ്പൊ ഞാൻ പറയാറ് ഞാൻ കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ അപ്പൻ ചോദിക്കും, നീ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ. അപ്പൊ ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല. കുതിരപ്പുറത്ത് കയറാത്ത ഒരാളും കുതിരപ്പുറത്ത് വീഴില്ല. അതാണ് ഇവിടെ സംഭവം. ഇപ്പൊ നീ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ഇപ്പൊ മിലൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നീ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെ കുറ്റം പറയാനുള്ള കുറെ ആളുകൾ ഉണ്ടായി. അവനെന്താ പണി, അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇതിൽ വന്ന് ഇയാളുടെ കഥ പറയാൻ വേണ്ടി. പക്ഷെ ഒന്നും ചെയ്യാതിരുന്ന് നോക്കി നീ ഭയങ്കര നല്ല ആളാണ്, നിന്നെ പറ്റി ആർക്കും പരാതിയും പറയില്ല. ഇപ്പൊ നമ്മൾ ഈ സത്യത്തിൽ ഇത് ഭയങ്കര ഒരു നെഗറ്റീവ് നോഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് നല്ല കുട്ടി എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ ചെറിയ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുന്നു, കല്യാണമൊക്കെ വരുമ്പോ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പൊ ഭയങ്കര കുറുമ്പാവൻ, ഒരു വെച്ച സെൽവി ഭയങ്കര പുലിവാലാണെന്നൊക്കെ പറയും. പക്ഷെ ആ കുട്ടിയാണ് യഥാർത്ഥത്തിൽ നല്ല കുട്ടി. പക്ഷെ നമ്മൾ നല്ല കുട്ടി എന്ന് പറയുന്നത് അവനൊരു പാവം കുട്ടിയാണ്. ആ കുട്ടീനെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ. ആ കുട്ടിക്ക് സത്യത്തിൽ മെന്റലി ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അങ്ങനെ ആ പ്രായത്തിൽ ഒരു കുട്ടി അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പാടില്ല. അതല്ല കുട്ടിയുടെ നേച്ചർ. ഓടി നടക്കണം, കളിക്കണം, കരയണം, ഉറങ്ങണം. ആ കുട്ടീനെ നിങ്ങൾ ചെറുപ്പത്തിൽ ഒരു കുട്ടി ഒരു പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ അതിനെ നല്ല കുട്ടി, നമ്മൾ നല്ല പെൺകുട്ടി എന്ന് വേണം. നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അവര് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാത്തവരാണ്. ആ ഒരു പ്രശ്നത്തിൽ ഇപ്പൊ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അവർ മിണ്ടാതെ കേൾക്കും. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ അതിനെ പറ്റിയിട്ട് പറയാനുണ്ടായിരിക്കും. അത് മോശമാണ്, നിങ്ങൾ ചെയ്യാതിരുന്ന ഭയങ്കര സുഖം. ആ സുഖമാണ് കുറെ നാള് മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും സുഖമായിട്ടിരിക്കുക, എല്ലാവരെ കൊണ്ടും നല്ലത് പറയിപ്പിക്കുക. അതിന്റെ ആവശ്യമില്ല. ചെയ്തിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലൻ, ഇത് ആക്ച്വലി നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കും മിലനും ഇപ്പൊ ക്യാമറയ്ക്കും എല്ലാവർക്കും ഓരോ മനുഷ്യനും നമ്മൾ അങ്ങനെ തന്നെ അറിയപ്പെടും. ചിലപ്പോൾ നമുക്ക് അതിനെ ബോഡി ഷേമിംഗ് എന്ന് വിളിക്കാൻ പറ്റും. ചില ആളുകളെ നമ്മൾ അറിയുന്നത് ആ നരച്ച തടിയുള്ള ആള് അല്ലെങ്കിൽ ആ തടിയുള്ള ആള്, അങ്ങനെ വിളിക്കാം നമ്മള്. അങ്ങനത്തെ ഐഡന്റിറ്റികൾ, ടാലന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡന്റിറ്റികളുണ്ട്. ആ നന്നായി പാട്ട് പാടുന്ന ആള്, നന്നായി പടം വരയ്ക്കുന്ന ആള്, ഇങ്ങനെയൊക്കെ നമുക്ക് ബ്രാൻഡ്, നമ്മൾ ഓൾറെഡി നമുക്ക് USPസും ബ്രാൻഡുകളുണ്ട്. ഇപ്പൊ വിനീത് ശ്രീനിവാസനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ USP എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ വിനീത് ശ്രീനിവാസനിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്നോട് ചോദിച്ചാൽ, ഞാൻ അയാൾ നന്നായി പാട്ട് പാടുന്നവർ, അയാൾ സംവിധാനം ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, തിരക്കഥ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ അയാളെ ഏറ്റവും നന്നായി ചെയ്യുന്നു വിചാരിക്കുന്ന സാധനം, അതാണ് അയാളുടെ ബ്രാൻഡ്, അതാണ് അയാളുടെ USP. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഓരോ മനുഷ്യരും, അത് ബിസിനസ്സുകാരല്ല, നമ്മളുടെ നാട്ടിലൊരു ചായക്കടക്കാരനെ നോക്കിയാൽ പോലും അയാൾക്കൊരു USP ഉണ്ട്. അയാൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു പരിപ്പുവട തിന്നാനാണെങ്കിൽ അപ്പുട്ടിയേട്ടന്റെ കടയിൽ പോവാൻ, പക്ഷെ പഴംപൊരി തിന്നാൻ അവിടെ ആയിരിക്കില്ല പോവാ, അവിടെയാണ് അയാളുടെ ബ്രാൻഡ് വാല്യൂ വരുന്നത്. അയാൾക്ക് പരിപ്പുവട അതിഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അയാൾക്ക് പരിപ്പുവടനെ പറ്റി സംസാരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണല്ലോ വേണ്ടത്. അയാൾ പഴംപൊരിനെ പറ്റി സംസാരിക്കണ്ട, അയാൾ പരിപ്പുവടനെ പറ്റി സംസാരിക്കും. അതാണ് അയാൾക്ക് ചെയ്യാനുള്ള പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പരിപ്പുവട, എന്തുകൊണ്ടാണ് ഈ പരിപ്പുവടനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ അതോറിറ്റി. പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണെങ്കിലും നമ്മൾ എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന എല്ലാ കമേഴ്സ്യൽ ഇതിലും നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ബ്രാൻഡിൻ്റെ കാര്യത്തിലാണ്. ഒന്ന് കൺസിസ്റ്റൻസിയാണ്. അപ്പുട്ടിയേട്ടൻ്റെ പരിപ്പുവട ഇന്ന് പോയി കഴിച്ചാലും 5 മാസം പോയി കഴിച്ചാലും അതിന് ഒരേ ടേസ്റ്റ് ഉണ്ടാവും. അത് അപ്പുട്ടിയേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ അത് മാറും. ഇപ്പൊ പല റെസ്റ്റോറന്റുകളും പൂട്ടി പോകുന്നതിന്റെ കാര്യം, ഷെഫ് മാറിക്കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. രണ്ടാമത്തത് ഓതന്റിസിറ്റിയാണ്. അതിൽ അതോറിറ്റി ആവാന്നുള്ള. അപ്പൊ ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ആൾ
ഇപ്പൊ കുറേ അധികം ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ഭയങ്കര തള്ളിക്കയറ്റം ഉണ്ടാവുന്ന കാലത്ത് ആ സബ്ജക്റ്റ് ഭയങ്കര ഡീപ്പായി അറിയാതെ അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാതെ അതിൽ ഓതന്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ കളിയാക്കും. കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നു. ഇപ്പൊ എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഞാനൊരു കാര്യം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അപ്പൊ അത് തെറ്റാണെന്ന് പറയുന്ന കുട്ടികളുണ്ട്. തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇവിടെ ഒരു കാണുന്നു ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഞാനൊരു കാര്യത്തിന് പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ അതല്ല യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ അറിയാനായിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുവരെ നോക്കുന്ന അതുവരെ കറക്റ്റ് ചെയ്യുന്ന നമ്മളൊരു ബ്രാൻഡിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് കാര്യങ്ങൾ തട്ടിവിടുന്ന അല്ലെങ്കിൽ വേറെ എന്താണ് ഇത് എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഭാഗം അപ്പുറത്തുണ്ട്. അവർ കൃത്യമായിട്ട് നമ്മളെ തിരുത്തും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങളെ പറ്റി പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുക, അതിൽ ഓതന്റിക് ആയിരിക്കാം, അതിന് വേണ്ട റിസർച്ച് നല്ലൊരു സ്റ്റഡിയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം നിങ്ങളുടെ ബ്രാൻഡ് ആണെങ്കിലും നിങ്ങളുടെ ഈ പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും നിങ്ങൾ എന്ത് പറയണം എന്ത് പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നന്നായി റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്തില്ലെങ്കിൽ വലിയ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമുക്ക് കോസ്റ്റ് യു ഡിയർലി, നിങ്ങളുടെ മുഴുവൻ പൈസ വരെ നഷ്ടപ്പെടാനുള്ള വഴി. അപ്പോൾ ആളുകൾ വിചാരിക്കും റിസർച്ച് എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ അത് സത്യത്തിൽ എന്തോ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയല്ല. റിസർച്ച് ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് ഡിസൈനിന് മാത്രമല്ല അത് മാനേജ്മെന്റിലും ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധനം. അതിന്റെ ഒന്നാമത്തെ പ്രോസസ്സ് റിസർച്ച്. അത് ആ റിസർച്ച് നമ്മൾ ഹോംവർക്ക് എന്ന് പറയുന്ന സാധനം, ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഒരു പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെയാ ഹോംവർക്കും മറ്റേ റിവിഷനൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആവണേ, അതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സിന്റെ സാധനമാണ്. ഈ പേഴ്സണൽ ബ്രാൻഡ്സിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റി പറയുമ്പോൾ നമുക്കൊരു കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലുലു മൈനസ് യൂസഫ് അലി എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഷോപ്പിംഗ് സെന്റർ മാത്രമാണ്. ഇപ്പോൾ ജോയ ലൂക്കാസ് തന്നെ, ജോയ ലൂക്കാസ് മൈനസ് ദ പേഴ്സൺ ജോയ ലൂക്കാസ് എന്ന് പറയുന്നത് ജസ്റ്റ് ജ്വല്ലറി. ഇപ്പോൾ സൈലത്തിന്റെ കേസ് തന്നെ എടുത്ത് സൈലം മൈനസ് അനന്ത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ആൻ എൻട്രൻസ് കോച്ചിങ് സെന്റർ, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു വ്യക്തി ഒരു മുന്നിൽ വരികയും ആ ഫേസ് ഓഫ് ദി ബ്രാൻഡ് റിവീൽ ചെയ്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ആൾക്കാരുടെ ഇടയിൽ സംസാര വിഷയമാവുകയും ചെയ്യുക എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് വളരെ അടിപൊളിയാണത്. അത് ഇത്രയും ക്രോർസ് ഓഫ് റവന്യൂ ഉള്ള ആൾക്കാർ മാത്രം ക്രിയേറ്റ് ചെയ്ത് പോണ ഒരു കുത്തകയായിട്ട് മാത്രമല്ല, ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഇന്ന് അവരുടേതായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ടൊക്കെ ഒരുങ്ങുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്കാർക്ക് ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലും കുറെ ഗ്ലിച്ചസ് ഉണ്ട്. എങ്ങനെ അത് പല ആൾക്കാർക്കും പല പല പ്രശ്നങ്ങളാണ്. ഇപ്പൊ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുള്ള പല ക്ലയൻസിനും പല പ്രശ്നങ്ങളുണ്ട്. ഞാൻ അവരെ നിങ്ങളുടെ അടുത്തേക്ക് വിടും. ഞങ്ങളിപ്പോൾ സത്യം പറഞ്ഞ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് കുറച്ചായി. ഞാൻ തന്നെ ഇപ്പോൾ കൂടുതലും ചെയ്യണത്, കുറേ ഏജൻസികളൊക്കെ റൺ ചെയ്യണത് എനിക്കറിയാം. പക്ഷെ ഞാൻ ചെയ്യണ വീഡിയോസിനൊന്നും കാര്യമായിട്ട് അങ്ങോട്ട് റീച്ച് വരുന്നില്ല. അത് റീച്ച് വരുന്നില്ല എന്നുള്ളത് വ്യൂസിൽ മാത്രമല്ല, എനിക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നില്ല. ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത് നമ്മുടെ ബിസിനസ് നടക്കാനാണല്ലോ. അപ്പോൾ ഒരു സ്ട്രാറ്റജി അങ്ങോട്ട് ശരിയാവണില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെയായിരിക്കും? കാരണം ഞാൻ ഈ ടൂറിസം സെക്ടറിൽ കൂടിയാണല്ലോ. എനിക്ക് തോന്നുന്നത് സിദ്ദിഖത്, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. അത് ആ കാണുന്നതിൽ എന്താണെങ്കിലും ഇപ്പോൾ സിദ്ദിഖ് എന്നുള്ള ഒരു പേരും ആ ഒരു നിങ്ങളുടെ ഒരു റിസോർട്ട് മാത്രമല്ല, ഇത് ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ സിദ്ദിഖുമാരും ഈ റിസോർട്ടും ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർ ഇതേ വീഡിയോസ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാണുന്നവർക്ക് സത്യത്തിൽ ഈ വീഡിയോയിൽ ഒരു പ്രത്യേകതയില്ല. നിങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവിടെ ഓഫർ ചെയ്യുന്ന സാധനങ്ങൾ, നിങ്ങളുടെ റിസോർട്ടിൽ ഓഫർ ചെയ്യുന്നതും നിങ്ങളുടെ ചുറ്റും ഇപ്പോൾ സൈറ്റ് സീയിങ് എന്നാണല്ലോ പറയുന്നത്, അപ്പോൾ ചുറ്റും നടക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെയാണ്. സത്യത്തില് നിങ്ങളുടെ അവിടെ ഒരു ചൂസിങ് നടക്കുന്നുണ്ടാവും. മിക്കവാറും നിങ്ങളുടെ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആളുടെ റേറ്റ് എത്രയാണെന്ന് നോക്കിയിട്ടായിരിക്കും. അതായത് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ഓഫേഴ്സും മറ്റുള്ളവരും കൊടുക്കുന്നുണ്ട്, അതേ സ്ഥലത്ത് തന്നെയാണ് നിങ്ങളുള്ളത്. നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്താണെങ്കിൽ, എന്തുകൊണ്ട് അവര് മറ്റുള്ള റിസോർട്ട്സ് ഓപ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ റിസോർട്ട് ഓപ്റ്റ് ചെയ്യണം, അതിനുള്ള കോണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാ കാര്യം. അതിന് നിങ്ങളെല്ലാവരും പറയുന്നത് മാത്രം പറഞ്ഞാൽ പോരാ. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കഥകളാണ്. നിങ്ങൾ എങ്ങനെ റിസോർട്ട് തുടങ്ങി, നിങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്, ഈ ഒരു സ്ഥലത്തിൻ്റെ സംഗതി എന്താണ്, ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ്, അത് നിങ്ങൾക്ക് തരുന്ന കംഫർട്ട് എന്താണ്. അല്ലാതെ നമ്മൾ ഈ ഇവിടെ പോയ വെള്ളച്ചാട്ടമുണ്ട്, ഈ വെള്ളച്ചാട്ടം ഒരു റിസോർട്ടുകാരൻ്റെ സ്വന്തമല്ല, വെള്ളച്ചാട്ടം ആ നാടിൻ്റെയാണ്. അതിപ്പോൾ എൻ്റെ റിസോർട്ടിലിരുന്നാലും മറ്റുള്ള ആളുടെ റിസോർട്ടില്ല. നമ്മൾ അത് വിട്ടിട്ട് നമ്മളിപ്പോൾ നിങ്ങൾക്ക് നന്നായി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാം,
ആ ചിക്കൻ കറി ചിലപ്പോൾ നിങ്ങൾ പഠിച്ചത് നിങ്ങളുടെ റിസോർട്ടിൽ വന്നൊരു സായിപ്പിൻ്റെ കയ്യിൽ നിന്നാവും. ആ ഒരു പോർച്ചുഗീസ് ചിക്കൻ കറീനെ പറിച്ചിട്ട് നിങ്ങൾക്ക് പറയാം. അതായിരിക്കും നിങ്ങളുടെ ശബ്ദം വേറിട്ട് നിൽക്കണം ഈ ഒരു സെഗ്മെൻറ്റ്. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി വീഡിയോ നന്നായി ചെയ്യാനറിയാം, നന്നായി പ്രസൻറ്റ് ചെയ്യാനറിയാം, നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ പോലെയുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ നിങ്ങളുടെ കോണ്ടന്റ് വളരെ ഓർഡിനറി, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യുക. അതിൽ നിന്ന് മാറിയിട്ട് നിങ്ങളുടെ സ്വന്തം കഥകൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡായി മാറും, ഒപ്പം നിങ്ങളുടെ റിസോർട്ടും ഒരു ബ്രാൻഡായിട്ട് മാറും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ യുണീക്ക് ആയിട്ടുള്ളതിലേക്ക് നമ്മളെത്താം. നിങ്ങളുടെ USP നിങ്ങൾ ഫൈൻഡ് ചെയ്യണം. വൈ എന്നുള്ള ആൻസർ, എന്തിന് മറ്റുള്ള റിസോർട്ടിനെ വിട്ടിട്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ആ ഉത്തരം നിങ്ങൾ അതിൽ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോ ചെയ്യുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ചെയ്തു തുടങ്ങിയപ്പോഴും ഈ പറഞ്ഞ ഇവിടെ ചെയ്യണ ആൾക്കാരൊക്കെ നോക്കിയിട്ട് നമ്മളും ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ ചെയ്തു. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് അങ്ങനെ നോക്കിയോളൂ. നമ്മൾ മറ്റുള്ളവരെ ഇനി നിങ്ങളുടെ വീഡിയോ ചെയ്ത് നോക്കിയിട്ട് വേണം മറ്റുള്ളവർ ചെയ്യാനായിട്ട്. അതാണ്. താങ്ക് യു. ഈ സിദ്ദിഖ് പറഞ്ഞു കേട്ടല്ലോ, ആളുടെ റീൽ സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞ ആൾക്ക് ഇത് എങ്ങനെ അത് കൊണ്ടുപോകണം എന്നുള്ളതാണ്. വീഡിയോ ചെയ്യണ ആളാണ്, പക്ഷെ ആ സ്ട്രാറ്റജി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളൊരു ഡൗട്ടായിരുന്നല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു അത്? സിദ്ദിഖിൻ്റെ ഏരിയ ഓഫ് മറ്റേ വർക്ക് ഭയങ്കര സ്കോപ്പുള്ളൊരു സ്ഥലം ടൂറിസമാണ്. ടൂറിസത്തിൻ്റെ പ്രത്യേകിച്ച് ടൂറിസത്തിൽ കുറേ അധികം വിഷ്വൽ പൊട്ടൻഷ്യൽ ഉണ്ട്. ടൂറിസം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഓൾ നമ്മൾ സൈറ്റ് സീയിങ് എന്നാ പറയുക അല്ലേ, ആ സ്ഥലത്ത് പോയി കാണാനാണ് പോകുന്നത്, ആ എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ സിദ്ദിഖിന് കണ്ടന്റിന് ക്ഷാമല്ല. പക്ഷേ കണ്ടന്റ് എങ്ങനെ, അപ്പോൾ സിദ്ദിഖ് നോക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള മറ്റുള്ള വ്ളോഗേഴ്സ്, ഈ ട്രാവൽ വ്ളോഗേഴ്സ്, ഇതുപോലെ റിവ്യൂവേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിന്ന് വിട്ടിട്ട് സിദ്ദിഖിന് എങ്ങനെ ഒരു സ്റ്റൈൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് സിദ്ദിഖ് നോക്കേണ്ടത്. അപ്പം അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ദിഖ് ആരും പറയാത്ത കാര്യങ്ങൾ പറയാൻ പറ്റും. എല്ലാവരും പറയുന്നത് അങ്ങനത്തെ ആളുകൾ ഇപ്പോൾ ഇവിടെ വരൂ, താമസിക്കൂ, ഇവിടെ ഇതുണ്ട്, നമ്മൾ വാട്ടാണ് പറയുക എപ്പോഴും. നമുക്ക് വി ഹാവ് ഒരു സെറ്റ് ഓഫ് തിങ്സ് ടു ഓഫർ. അത് മാറിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഇവിടുന്ന് കിട്ടുക എന്ന് പറയാൻ. നിങ്ങൾക്ക് എന്തിന് നിങ്ങൾ ഇതിപ്പോ അപ്പുറത്തെ റിസോർട്ടിൽ പോവാതെ നിങ്ങൾ എന്തിന് എൻ്റെ റിസോർട്ടിൽ വരണം, എന്താണ് വൈ ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം ദ അതർ, ആ ആസ്പെക്റ്റാണ് സിദ്ദിഖ് പറയേണ്ടത് അവിടെ. അപ്പൊ സിദ്ദിഖിന് അങ്ങനെ നോക്കുമ്പോൾ സിദ്ദിഖിന് മറ്റുള്ള കാര്യങ്ങളെക്കാളും കുറേ കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. സിദ്ദിഖിന്റെ ഫാമിനെ പറ്റി പറയാം, സിദ്ദിഖിന്റെ മറ്റേ പുള്ളിക്ക് കുക്കിങ്ങിലുള്ള ഇൻട്രസ്റ്റിനെ പറ്റി പറയാം. ഇതൊന്നും പറയാതെ ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിനെ പറ്റി പറയാം. ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അയാളുടെ അടുത്ത് അതെല്ലാവർക്കും ഉള്ളതാണ്. ഒരു നാട്ടിലെ വെള്ളച്ചാട്ടം ഒരു റിസോർട്ടുകാരന്റെ മാത്രം സ്വന്തമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അത് പറയാതെ ഇപ്പൊ എന്റെ ഒരു സിഗ്നേച്ചർ കോഴിക്കറി ഉണ്ട്, അതിനെ പറ്റിയിട്ട് വേണമെങ്കിൽ പുള്ളിക്ക് പറയാം. സിദ്ദിഖിന്റെ കോഴിക്കറി അത് ഞാൻ, അപ്പൊ അതിന്റെ ഒരു കഥ ഉണ്ടാവും പിന്നിൽ, എങ്ങനെയാണ് ആ കോഴിക്കറി. അപ്പൊ ചിലപ്പോ ഒരു സായിപ്പ് വന്നിട്ട് അയാളുടെ കൂടെ പഠിച്ചതാവും. അങ്ങനത്തെ കഥകൾ പറയും. അപ്പോഴാണ് ആളുകൾക്ക് കഥകൾ കേൾക്കാനാണ് ഇഷ്ടം. അവർക്ക് ഇവിടെ എന്തുണ്ടെന്നല്ല, അതെല്ലാ റിസോർട്ടുകളിലും ഉണ്ടാവും. ഇവിടെ മാത്രമായിട്ട് എന്തുണ്ട് എന്നുള്ളതാണ് അറിയേണ്ടത്. അതാണ് സിദ്ദിഖിനോട് ഞാൻ പറഞ്ഞതും ചെയ്യാൻ പറയുന്നത്. ഹായ്, ഐ എം ഡോക്ടർ സൈം. ഓക്കെ. സോ ആക്ച്വലി ഞാനിതുപോലെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് നോർമലി സെഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ ഈ പറയണ പോലെ എല്ലാവരും ചെയ്യണ പോലൊരു സോഷ്യൽ മീഡിയ റീച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എനിക്കതിന് കൃത്യമായിട്ടുള്ളൊരു ഇതില്ല. ഞാൻ ക്യാമറ ഫേസ് ചെയ്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ എങ്കിലും എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് അങ്ങനെ ഒന്നൊരു പേടിയില്ല. പക്ഷെ ഇതിലേക്ക് എങ്ങനെ വരാമെന്നുള്ളതാണ് ഇപ്പം ഞാൻ നോക്കുന്നത്. അല്ല, ഡോക്ടർ സൈമൺ ആദ്യം ചെയ്യുന്നത്, ഡോക്ടർ സൈമനെ സംബന്ധിച്ച് ക്യാമറയിൽ സംസാരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഡോക്ടർ സൈമൺ എപ്പോഴും പേഷ്യൻസിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഒരു ക്രൈസിസ് സ്റ്റേജിൽ വരുന്ന പേഷ്യന്റിനെയും അവരെ ആശ്വസിപ്പിക്കാനും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടും അവരുടെ ബന്ധുക്കളോടൊക്കെ വളരെ സ്നേഹത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരാണ് ഡോക്ടേഴ്സ്. മാത്രമല്ല നിങ്ങൾ സ്റ്റുഡൻസിനെയും ഫേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ അവിടെ ഹൗസ് സർജൻസിക്ക് വരുന്നവരും MD ചെയ്യുന്നവരും ഒക്കെ നിങ്ങളുടെ ഒപ്പം നടക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ മെഡിക്കൽ കോളേജിൽ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് പുതിയതല്ല. ഓൺലി തിങ്, നിങ്ങൾ ഏതൊരു മനുഷ്യനും സംഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെ വീഡിയോ ക്യാമറ നമ്മുടെ നാട്ടിൽ വന്നപ്പോഴേ, നമ്മുടെ നാട്ടിൽ കല്യാണങ്ങൾക്കൊക്കെ വീഡിയോ ക്യാമറ ഒരു 86, 85 കാലത്തൊക്കെ വരുന്നത്. അപ്പോൾ ആ കല്യാണത്തിൽ ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ആ കല്യാണ ക്യാമറയുടെ ഒരു മെയിൻ പണി ഈ ആളുകളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് ഷൂട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിങ്ങനെ നിരന്ന് ഇപ്പൊ ബിരിയാണിക്ക് കഴിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ കൂടെ ക്യാമറ അത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ 3 മണിക്കൂറൊക്കെ ഉള്ള വീഡിയോകൾ. അപ്പോൾ ആ ക്യാമറ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ വാരി വലിച്ച് തിന്നിരുന്ന ആൾക്കാർ ഈ ക്യാമറ വരുന്നത് കാണുമ്പോൾ എന്തോ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ എന്തോ ഒരു രൂപയുടെ കോയിൻ ഈ ബിരിയാണിയുടെ ഉള്ളിൽ പോയി എന്നുള്ള പോലെ അവരിങ്ങനെ തപ്പിയിരിക്കുന്ന കാണാം. എന്നിട്ട് ഒരു ക്യാമറ പോയോ എന്ന് ഇങ്ങനെ നോക്കുകയും ചെയ്യും. എന്താണെങ്കിൽ ക്യാമറ അല്ലെങ്കിൽ ഒരു മെഷീൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെടുന്നതെന്ന് അറിയുമ്പോൾ നമ്മുടെ ബിഹേവിയർ തന്നെ മാറും.
നമ്മൾ വളരെ പോളിഷ്ഡ് ആവാൻ നോക്കും. നമ്മളുടെ ലാംഗ്വേജ് ഒക്കെ കുറച്ചും കൂടി ഭംഗി മറ്റുള്ളവർ കാണും. ഇവിടെ അതാണ് നമ്മൾ ആദ്യം ഷെഡ് ചെയ്ത് കളയേണ്ടത്. എന്താണെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ആളുകൾ ഫോണിലാണ് കൂടുതൽ കാണുന്നത്. അത് നിങ്ങളൊരു 1-to-1 ഒരാളോട്, ഒരു കുട്ടിയോട് അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനോട് സംസാരിക്കും, അതേ ഭാഷ തന്നെ ഇവിടെ ഉപയോഗിച്ചാൽ മതി. അതിനായിട്ട് നിങ്ങൾ ഭയങ്കര സ്ക്രിപ്റ്റ് ഉണ്ടാക്കലോ ഭയങ്കര ആലങ്കാരികമായിട്ടുള്ള ഭാഷ കൊണ്ടുവരൊന്നും വേണ്ട. ഡോക്ടർ സൈമൺ ഇത് ചെയ്യണമെന്ന് ഞാൻ 100% പറയുന്നത്, നിങ്ങളിത് ചെയ്യേണ്ടത് ഒരു ഡോക്ടറുടെ കടമ കൂടിയാണ്. കാരണം എന്താണ്, ആളുകൾ കൃത്യം ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. അല്ലെങ്കിൽ ആളുകൾ ഇപ്പൊ ആദ്യം ചെയ്യുന്ന ഒരു തലവേദന വന്നാൽ ഗൂഗിളിൽ പോവും, ഗൂഗിൾ ചെയ്യും, എന്നിട്ട് അവർ കണ്ടുപിടിക്കുന്ന ബ്രെയിൻ ട്യൂമറാണ്. പിന്നെയാണ് ഡോക്ടറെ അടുത്ത് വരുന്നത്, ഡോക്ടർ എനിക്ക് ബ്രെയിൻ ട്യൂമറാണ്. അപ്പോൾ എല്ലാ തലവേദനയും ബ്രെയിൻ ട്യൂമർ അല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ഡോക്ടറാണ്. അതിനൊരു പേഷ്യൻ്റ് അങ്ങോട്ട് എത്തണം എന്നില്ല, അതിന് മുമ്പേ നിങ്ങൾക്കത് പറഞ്ഞു കൊടുക്കാം. ഗൂഗിളിലല്ല നിങ്ങൾ ചെല്ലേണ്ടത്, ഒരു ഡോക്ടറുടെ അടുത്താണ്. ഗൂഗിളിൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടല്ല നിങ്ങൾ രോഗം. അപ്പം ഇത് ശരിക്കും ഒരു ഡ്യൂട്ടിയാണ് ഒരു ഡോക്ടർ. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഈ ക്യാമറ എന്നുള്ള സംഗതി ഇല്ല. ഇപ്പോൾ ക്യാമറ, വലിയ ക്യാമറകളൊന്നും വേണ്ട. ഒരു നല്ലൊരു ഐഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വ്ളോഗ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഫോണിൽ പറഞ്ഞ് തുടങ്ങുക. നമ്മളിപ്പോൾ ആളുകളെ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട് ഇഷ്ടംപോലെ, അതുപോലെ സ്കൂൾ കോളേജിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ കോൺഫറൻസുകളിൽ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിന് മുന്നിലൊരു ഫോൺ വെച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഉറപ്പായിട്ടും എന്തായാലും ചെയ്യണത്. ഞാനുണ്ടായിരിക്കും ഡോക്ടറിന്റെ വീഡിയോ കാണാൻ സക്സസ്ഫുൾ ആയിട്ട്. ഇപ്പൊ സൈമണിന്റെ പേരിൽ തന്നെ വേറെ ഡോക്ടേഴ്സ് ഞാൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രായമുള്ള ഡോക്ടേഴ്സ്, മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്തിട്ടുള്ള ആളുകൾ വരെ ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾ മൈ വിഷസ്. ഓക്കെ, താങ്ക് യു. ഡോക്ടർ സൈമൺ എങ്ങനെ ഉണ്ടായിരുന്നു? ആളുള്ളൊരു പ്രശ്നം കാര്യങ്ങളൊക്കെ ഇത് ഡോക്ടർ സൈമൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുകയാണെങ്കിൽ ഡോക്ടർ സൈമനെ പോലെയുള്ള ആളുകൾ സത്യത്തിൽ ഒരിക്കലും മടിച്ചു നിൽക്കരുത്. അവരുടെ കടമയാണ് ഈ വീഡിയോ ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞാൽ ഇപ്പം മറ്റുള്ള പലരെയും നമുക്ക് വേണമെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഡോക്ടർ സൈമനെ പോലെ എക്സ്പീരിയൻസും ആ മേഖലയെ പറ്റി അറിവുള്ള ഒരാൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരിക്കണം. അത് ഞാൻ പറഞ്ഞില്ലേ, അത് അയാൾ സമൂഹത്തിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയും കൂടിയാണ്. ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അല്ലെങ്കിൽ ഉണ്ടാവുന്നത്, നമുക്കിപ്പോൾ ഒരു തലവേദന വന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കല്. സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബ്രെയിൻ ട്യൂമറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുന്ന സാധനം. അതോടുകൂടി പിന്നെ നമ്മൾ ഡോക്ടറോട് ചെന്നിട്ട് പറയുന്നത്, ഡോക്ടർ എനിക്ക് ബ്രെയിൻ ട്യൂമറാണ്. സത്യത്തിൽ ഡോക്ടറുടെ പണിയാണ് ഇത് ഏത് തലവേദനയാണ്. അതാണ് ഇപ്പൊ നമ്മൾ സാധാരണക്കാരൻ. ഇപ്പൊ ഒരു ഡോക്ടർ അയാൾ പറഞ്ഞു കൊടുക്കണം. അത് അയാളുടെ അതൊരു പേഴ്സണൽ ബ്രാൻഡിനേക്കാളും ഉപരി അത് അയാളുടെ സമൂഹത്തിനോടുള്ള ഏറ്റവും വലിയ കടമയാണ്. ആണെങ്കിൽ ഈ എന്തൊക്കെ ചെയ്യണം, എത്രയോ കാര്യങ്ങൾ കൃത്യമായിട്ട്. ഇപ്പൊ ഈ പൊറോട്ടേനെ പറ്റിയിട്ടാണ് ഞാൻ ഏറ്റവും അധികം വീഡിയോകൾ കണ്ടിട്ടുള്ളത്. ഒരു വിഭാഗം പറയും പൊറോട്ട കഴിക്കരുത്, വേറൊരു വിഭാഗം പറയും പൊറോട്ട കഴിക്കണം എന്ന് പറയും. വെളിച്ചെണ്ണയെ പറ്റിയിട്ട് കാണാം, ചില ആളുകൾ ഒരു വെളിച്ചെണ്ണ കഴിക്കരുത്, വെളിച്ചെണ്ണ കഴിക്കണം. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുക്കാൻ പറ്റുന്നത് അതിൻ്റെ അതോറിറ്റി ഡോക്ടേഴ്സാണ്. അവരുടെ നമ്മുടെ ഭക്ഷണത്തിനെ പറ്റിയിട്ട്, നമ്മൾ ഇപ്പം ജിമ്മിൽ കൊഴിഞ്ഞു വീണ് മരിക്കുന്ന അതുപോലും അതിൻ്റെ സയൻറ്റിഫിക് മെഡിക്കൽ റീസൺസ് കൃത്യം പറഞ്ഞു കൊടുത്താൽ ഒഴിവാക്കാവുന്ന സാധനം. അതുകൊണ്ട് ഡോക്ടർ സൈമൺ സംസാരിച്ച് കഴിവുള്ള ആളാണ്. അദ്ദേഹം രോഗികളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്ന ആളാണ്. രോഗിയുടെ വയലന്റ് ആയിട്ടുള്ള ബന്ധുക്കളെ സംസാരിച്ച് മനസ്സിലാക്കുന്ന ആളാണ്. കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ് മെഡിക്കൽ കോളേജിൽ. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഓൺലി തിങ്, എല്ലാവർക്കും ഈ ക്യാമറയുടെ മുന്നിൽ വരുമ്പോൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, നമ്മുടെ ഭാഷയിൽ വരുന്ന മാറ്റം, അതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം. അത് ഡോക്ടർ സൈമനെ സംബന്ധിച്ച് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അദ്ദേഹം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആളുകളായിട്ട് സംസാരിക്കുന്ന ആൾ തന്നെയാണ്. ദിവസവും എത്രയോ രോഗികളെയും അവരുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡേഴ്സിനെയും കാണുന്ന ആളല്ല. അപ്പൊ ഡോക്ടർ സൈമൺ സക്സസ്ഫുൾ ഒരു വ്ളോഗർ ആവുന്നുള്ളതിൽ എനിക്ക് ഉറപ്പാണ്. നമസ്കാരം, സജീവൻ. ബിൽഡറാണ്. ഞാനിതുപോലെ ബിൽഡിംഗ് കാര്യങ്ങൾ ആക്ടിവിറ്റീസും ബിസിനസ്സൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയ്ക്ക് അങ്ങനെ വീഡിയോ ചെയ്യണമല്ലോ, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിങ്ങിലേക്കൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ബ്രാൻഡിംഗ് എന്ന് പറയുമ്പോഴായാലും മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴായാലും നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഒരു വേദിയിൽ കയറി സംസാരിക്കാനോ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്യാനോ ഒന്നും എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഞാൻ അതെങ്ങനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കാം. സജീവനെ സംബന്ധിച്ച് സജീവന്റെ ബിസിനസ് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വളരെ ആളുകൾക്ക് അറിയുകയും ചെയ്യാം. നിങ്ങളുടെ ഒരു ബിൽഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ക്വാളിറ്റി ആളുകൾക്കറിയാം. നിങ്ങളുടെ പ്രോജക്ട്സ് നന്നായി സെല് ചെയ്ത് പോകുന്നുണ്ട്. ബിസിനസ്സിന് ഒരു തരത്തിലും നിങ്ങളുടെ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് ഇല്ലെങ്കിൽ അത് ബാധിക്കുന്നില്ല. പക്ഷെ ഇതിന് കുറച്ചും കൂടി ഒരു എഡ്ജ് ഉണ്ടാക്കാൻ പറ്റും. സജീവന് നേരിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണ്. അത് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സജീവൻ മറ്റുള്ള ഇപ്പോൾ വ്ളോഗേഴ്സ് ഒന്നും
പോലെയുള്ള ആളല്ല, നിങ്ങളൊരു ബിസിനസ് ഓണറാണ്. നിങ്ങൾ റൺ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. ആ പറയുമ്പോൾ ഏറ്റവും ഉണ്ടാകുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ നേരെ പബ്ലിക് ഒരു സ്പേസിലേക്ക് എത്തുകയാണ്. ഇതുവരെ നിങ്ങളുടെ ബിൽഡിങ്ങുകൾ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്നല്ലാതെ നിങ്ങൾ ആരാ, ഈ ബിൽഡിങ്ങിന്റെ ഓണർ ആരാ, ഇത് പണിയുന്നത് ആരാന്ന് അവർക്ക് അറിയില്ല. പക്ഷെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, നിങ്ങൾ ഇവരോട് കൂടുതൽ റെസ്പോൺസിബിളും ആൻസറബിൾ ആവുകയാണ്. നിങ്ങളാണ് ഇനി നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ക്വാളിറ്റി. ഇപ്പം നിങ്ങളുടെ ബ്രോഷർ നോക്കിയിട്ടോ അല്ലെങ്കിൽ വെബ്സൈറ്റ് നോക്കിയിട്ടോ ആളുകൾ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനോട് സംസാരിച്ചിട്ടാണ് ആളുകൾ ഇത് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിലിപ്പോൾ നമ്മൾ നമ്മുടെ അമ്യൂണിറ്റീസ് എഴുതിയിട്ടുണ്ടാവും, ഏത് ടൈലാണ്, ഇപ്പോൾ ചിലപ്പോൾ മറ്റേ സ്പെസിഫിക്കേഷൻസ് ഉണ്ടാവും, മെറ്റീരിയൽസ് ഉണ്ടാവും, ടൈലിനെ പറ്റിയിട്ടും ഇപ്പോൾ ഏത് സ്വിച്ചാണ് ഉപയോഗിക്കുന്നത്, ഇലക്ട്രിക്കൽ ഇത് എല്ലാം ഡീറ്റെയിൽ അത് വായിച്ചും കണ്ടിട്ടുമാണ് അവരത് വരുന്നത്. ഇവിടെ നിങ്ങളത് നേരിട്ട് പറയുകയാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ്, എന്തുകൊണ്ട് നിങ്ങൾ ബിൽഡറായി, എന്താണ് നിങ്ങൾ ഒരു എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ജോലിക്ക് പോകാതെ എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ റിസ്കി ബിസിനസ്സിലേക്ക് വന്നു, ആ ബിസിനസ്സിൽ നിങ്ങൾക്കുള്ള കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങളുടെ ഓരോ പ്രോജക്റ്റിലെ ആളുകൾക്കും ഇപ്പോഴും നിങ്ങളോടുള്ള ബന്ധം എന്താണ്, അവരെങ്ങനെയാണ് നിങ്ങൾ യുണൈറ്റ് ചെയ്ത് നിൽക്കുന്നത്, നിങ്ങൾ എത്രാമത്തെ പ്രോജക്റ്റിൽ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ പറയുമ്പോൾ നിങ്ങളൊരു അതോറിറ്റി ആവുക. ഇത് പറയാനായിട്ട് നിങ്ങൾ ഭയങ്കര ആധികാരികമായിട്ടൊരു എന്താ പറയുക, ഒരു പള്ളിയിലച്ഛൻ്റെ പ്രസംഗം പോലെ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കൃത്യമായിട്ട് നിങ്ങളുടെ ജാർഗൻസ്, ഇപ്പോൾ ടെക്നിക്കലി എന്താണ് പറയേണ്ടത്, അതിൻ്റെ ഇപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കാൻ ഈ പ്രോജക്റ്റിനെ കുറിച്ചല്ലാതെ കുറേ കാര്യങ്ങളുണ്ട്. ഈ വീടെന്ന് പറയുന്ന വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ, അത് ജനറൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. നിങ്ങളൊരു ഇലക്ട്രിക്കൽ ഇത് ഓപ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് പറയേണ്ടത്, നിങ്ങൾ ഒരു ടൈല് ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്, ബാത്റൂമിൻ്റെ ഡോറ് ഫിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് നോക്കേണ്ടത്, അങ്ങനെ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ. ഇതെന്താണെങ്കിൽ ഇത് നിങ്ങളുടെ ബ്രാൻഡിന് ഒരു വലിയ അവയർനെസ് ഉണ്ടാക്കും. മാത്രമല്ല നിങ്ങളൊരു അതോറിറ്റി ആയിട്ട് മാറുക. ഇത്രയും ചെറിയ ഡീറ്റെയിൽസ് പോലും അറിയുന്ന ഒരു ബിൽഡറാണ് ഇയാൾ നയിക്കുന്ന ഒരു കമ്പനി. എന്തായാലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെയാണ് നിങ്ങൾക്ക് ആ ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ക്യാമറ ഫേസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ എത്രയോ സെയിൽസ് മീറ്റിങ്ങുകളിലോ എത്രയോ ക്ലയൻറ്റിനോട് സംസാരിക്കും. നിങ്ങളുടെ ഒരു വലിയ ടീമിനെ നിങ്ങൾ മാനേജ് ചെയ്യുന്നു, അവരെ ദിവസവും അഡ്രസ്സ് ചെയ്യുന്നു രാവിലെ. ആ സാധനം നിങ്ങളൊരു ക്യാമറയിൽ പറഞ്ഞാൽ മതി എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ അതിൽ കാര്യം. നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ബ്രാൻഡിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നുള്ളതിനും കൂടിയാണ്. അത് ഇപ്പം നിങ്ങളുടെ പ്രോജക്റ്റുകളെ കുറച്ചും കൂടി ഭംഗിയായിട്ട് ആൾക്കാർക്ക് പരിചയപ്പെടുത്താനും നിങ്ങൾക്ക് വേറെ പല എക്സ്പെൻസസ് അവിടെ കുറയ്ക്കാനും പറ്റും. ഒരു പരസ്യത്തിലൊക്കെ വരുന്നത് നിങ്ങൾ തന്നെ സ്വയം ഒരു ഇൻഫ്ലുവൻസറായിട്ട് മാറുകയാണ്. തീർച്ചയായിട്ടും എന്തായാലും നോക്കാം. സന്തോഷം. ശരി. അപ്പോൾ നമ്മുടെ ബിൽഡർ സജീവൻ അങ്ങനെയുണ്ട്, ഉഷാറായി. നിങ്ങൾ സത്യം പറഞ്ഞ പോഡ്കാസ്റ്റ് ഒക്കെ നിർത്തി അഭിനയിക്കാൻ പോണത് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതുപോലെ പിടിച്ചു നോക്കാന്ന്. അപ്പൊ ഞാൻ അഭിനയിക്കാറുണ്ട് സീരിയസ് ആയിട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊക്കെ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആള്. നമ്മുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പ്രാരാബ്ദങ്ങളൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള ഒരു പ്രശ്നമുണ്ട്. സത്യത്തില് എൻ്റെ ഒരു മനസ്സിൽ നോക്കുമ്പോൾ നമ്മുടെ ചുറ്റുള്ള എല്ലാവർക്കും സിനിമയിലൊക്കെ അഭിനയിക്കാൻ മോഹമുള്ള ആൾക്കാർ ഞാൻ കാണുന്നത്. അവരതിനുള്ള ധൈര്യമില്ല. പിന്നെ ഈ നാട്ടുകാരെന്ത് വിചാരിക്കുന്നുള്ള പ്രശ്നങ്ങൾ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കുന്തം പിടിച്ചിരിക്കുന്ന പഠനമായിട്ടൊക്കെ അഭിനയിക്കും. പക്ഷെ അത് നിങ്ങളുടെ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഒരു ടാലന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാം. ബിൽഡർ സജീവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് സത്യത്തിൽ ഇതൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഈസ് ഡിഫറെന്റ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ മീഡിയ പഠിച്ചവർക്ക് അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്നവർക്കൊക്കെ മാത്രമാണ് സംശയം. പിന്നെ ഇതിന്റെ ഭാഷേനെ പറ്റിയിട്ട് വളരെ പോളിഷ്ഡ് ആയിട്ട്. സത്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ അയാളുടെ ബ്രാൻഡിനെ പറ്റി പറഞ്ഞത് അത് അയാളുടെ സ്വന്തം കുഞ്ഞാണ്. അയാളുടെ സ്വന്തം ഭാഷയിൽ അയാളുടെ സ്ലാങ്ങിൽ പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് പഠിച്ച് പറയാതിരിക്കുക. കൃത്യമായിട്ട് ആത്മാർത്ഥമായിട്ട് അയാളുടെ ബ്രാൻഡിന്റെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മൾ ഒരു ബ്രോഷറിൽ ഈ ബിൽഡറിന്റെ പ്രോജക്റ്റിന്റെ ക്വാളിറ്റീസ് നമുക്ക് പറയാം, അതിന്റെ അമ്യൂണിറ്റീസിനെ പറ്റി പറയാം, അവരുപയോഗിക്കുന്ന ടൈലിനെ പറ്റി പറയാം, അവർ സ്വിച്ചസിനെ പറ്റി പറയാം, അവരുടെ മറ്റേ ഈ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റത്തിനും. ഇതിനേക്കാളൊക്കെ നന്നായിട്ട് വളരെ സിമ്പിളായിട്ട് അയാൾക്കത് നേരിട്ട് പറയാൻ പറ്റും. നേരിട്ട് പറയുമ്പോൾ അയാൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും കൂടി. അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഓതന്റിസിറ്റി അയാൾ കൺഫേം ചെയ്യും. അതാണ് സജീവന്റെ പേടി അതിന്റെ ടെക്നിക്കൽ ഭാഗങ്ങളാണ്, ഈ ഭാഷേനെ പറ്റിയിട്ട്. അതൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും നല്ലത് സജീവനോട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളായി തന്നെ സംസാരിക്കുക എന്നുള്ളതാണ്. അല്ലാണ്ട് നിങ്ങൾ വേറൊരാളായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അതാണ് അതിനുള്ള ഏക സൊല്യൂഷൻ. റിയൽ ഒറിജിനൽ ആയിട്ട് ഇരിക്കുക, പിന്നെ തുടങ്ങുക, സ്റ്റാർട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ, മുന്നിലേക്ക് പോവുക.
ഈ സെയിൽസിന്റെ കാര്യം പറയുമ്പോൾ കുറേ സ്ഥലത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, റോൾസ് റോയ്സിന്റെ ഷോറൂമിൽ പോയിട്ട് അപമാനിക്കപ്പെട്ടിട്ട് ആള് തിരിച്ചു വന്നിട്ട് ആ കാറ് വാങ്ങുന്ന കാര്യം ഉണ്ടല്ലോ. പക്ഷെ അതിൽ ശരിക്കും ആ സെയിൽസ്മാൻ അവിടെ ഇമോഷണൽ ടാക്ടിക് യൂസ് ചെയ്ത ഒരാളെ കൊണ്ട് കാറ് വാങ്ങിക്കല്ലേ ചെയ്യുന്നതെന്നാണ് ചോദിക്കണത്. ഇതൊക്കെ കഥകളാണ്. അതെന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റാക്സ് ടു റിച്ചസ് സ്റ്റോറി കേൾക്കണം. നമ്മൾ ഒരാളുടെ ജീവിതത്തിന്റെ എല്ലാ ഓട്സിനോടും പടവെട്ടിയിട്ട് അയാൾ വിജയമുണ്ട്. അതാണല്ലോ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമുക്കൊരു ബെൻസ് വാങ്ങിക്കാൻ ആഗ്രഹം, അല്ലെങ്കിൽ റോൾസ് റോയ്സ്. അത് ആ വാങ്ങിക്കുന്ന ആളുകളോട് നമുക്കൊരു ഹീറോയിക് സാധനമുണ്ട്. ഒരു പക്ഷെ അത് സംഭവിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് ഏതൊരു ഇന്ത്യൻ രാജാവോ എത്രയോ റോൾസ് റോയ്സ് ഒരുമിച്ച് വാങ്ങിച്ചു. ഇതൊക്കെ സത്യമാണോ കഥകളാണോ നമുക്കില്ല. പക്ഷെ ഇത്തരം കഥകളോട് നമുക്കുള്ളൊരു ഇഷ്ടം. പക്ഷെ ഈ സെയിൽസിന്റെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ സത്യത്തില് ഒരു സെയിൽസ്മാൻ സത്യത്തിൽ ഒന്നും സെല്ല് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകത. ഇപ്പൊ ഞാൻ തന്നെ ഇത് സെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇപ്പൊ മിലൻ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്നു, അവിടെ സെയിൽസ്മാൻമാർ നിൽക്കുന്നുണ്ട്. മിലൻ എന്തെങ്കിലും ഈ സെയിൽസ്മാനോട് ചോദിച്ചിട്ടാണ് അവിടുത്തെ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളത്? അല്ല, നമ്മൾ കാണുന്നു എടുക്കുന്നു. നിങ്ങൾ കാണുന്നു മാത്രല്ല, ഇതിന്റെ പ്രീ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. മിലൻ പോകുമ്പോൾ മിലന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. മിലന്റെ അമ്മയോ അല്ലെങ്കിൽ പാർട്ട്ണറോ എഴുതുന്ന ലിസ്റ്റ്. ഈ ലിസ്റ്റില് പുട്ടുപൊടിന്ന് എഴുതിയിട്ടുണ്ട്. പക്ഷെ അത് വെറും പുട്ടുപൊടി അല്ല വാങ്ങിക്കേണ്ടത്, അജ്മിയാണ് അല്ലെങ്കിൽ ഡബിൾ ബോസ് ആണെന്ന് മിലൻ അറിയാം. ഇത് മിലൻ സെയിൽസ്മാനോട് ചോദിക്കില്ല ഞാൻ ഏത് പുട്ടുപൊടി വാങ്ങിക്കണം. ഇതിന്റെ പ്രീ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. മിലൻ വാങ്ങിക്കുന്ന പേസ്റ്റ് എഴുതിയിട്ടുള്ളൂ വൈഫ്, പക്ഷെ പേസ്റ്റ് ഏതാന്ന് മിലൻ അറിയാം. ഇപ്പൊ ഞാൻ പോകുമ്പോ എനിക്കറിയാം. ഈവൻ ഇപ്പൊ ഞാനൊരു സാനിറ്ററി പാഡ് വാങ്ങിക്കാൻ പോവാണെങ്കിൽ വരെ എനിക്കറിയാം ഏത് ബ്രാൻഡിന്റെ ഏത് ഇതാണെന്നുള്ളത്. ഞാൻ അത്രയും എഡ്യൂക്കേറ്റഡ് അതിൽ എനിക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള. അപ്പോൾ പ്രീ സെല്ലിംഗ് നടത്തുന്നത് നമ്മൾ ബ്രാൻഡിങ് ചെയ്യുന്ന ആൾക്കാർ. നിങ്ങൾ സത്യത്തിൽ സെയിൽസ്മാന്റെ പണി എന്താണെന്നറിയാം? അവിടുത്തെ ആ കൗണ്ടറിൽ ഇരിക്കണേന്ന് പറഞ്ഞു തരില്ല. നമ്മൾ മുളക് പൊടി എവിടെയാന്ന് ചോദിച്ചാൽ മുളക് പൊടി അവിടെ ഇരിക്കുന്നു. ഏത് മുളക് പൊടിയാന്ന് ആൾ പറയേണ്ട ആവശ്യമില്ല, അയാൾ സെല്ല് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് പ്രീ സോൾഡാണ്. നിങ്ങളുടെ മനസ്സിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞു. അത് റോൾസ് റോയ്സ് ഒക്കെ അങ്ങനത്തെ എന്നോ പ്രീ സോൾഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. കഴിഞ്ഞാൽ അവരത് എന്നെ വിറ്റ് കഴിഞ്ഞു. ആ സെയിൽസ്മാന്റെ ആകെ പണി ഒരു ഡെമോൺസ്ട്രേറ്ററിന്റെ പണിയാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് കാണിച്ചു തരികയാണ്. അല്ലാണ്ട് അയാൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യേണ്ടി വരില്ല. ആ കാലാണ് നമ്മൾ ഒരു പ്രോഡക്റ്റും സെല്ല് ചെയ്യുന്നത്. സെയിൽസ് എന്ന് പറയുന്ന സാധനത്തിൽ മാറിയിട്ട് സെല്ലിംഗ് അല്ല ഇപ്പം നടക്കുന്നത്, ആക്ച്വലി ബൈയിങ് ആണ് നടക്കുന്നത്. നമ്മൾ തീരുമാനിച്ചു പോയി വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഈ സെല്ലിംഗ് നടക്കുന്നത് എവിടെ അറിയോ? മീഡിയയിലാണ്. ഈ സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങളിലൊക്കെ സെല്ലിംഗ് നടന്നു കഴിഞ്ഞു. ഈ AIDA കഴിഞ്ഞ ആക്ഷന് മാത്രമേ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. അവിടെ പോയിട്ട് തീരുമാനം മാറ്റുക എന്നുള്ളതില്ല. ഇപ്പോ അത് കുറേ ഫാക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത്. അത് നമ്മൾ ഓൾറെഡി തീരുമാനിച്ചുറച്ചതിന് ശേഷം മാത്രം. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വാങ്ങിക്കാതെ തിരിച്ചു പോരും. ഞാൻ അമൂല്യ എന്ന് പറയുന്ന മിൽക്ക് പൗഡർ ഉപയോഗിക്കുന്ന ആളാണ്, അമൂലിന്റെയാണ്. അതേസമയം അവിടെ അമൂല്യ എവ്രിഡേ ഉണ്ടെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല. അത് വാങ്ങിച്ചാൽ പോരെ, ഞാൻ അടുത്തൊരു ഓപ്ഷൻ നോക്കുക ചെയ്യാറ്. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി സോൾഡ്. അത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു. ഇനി സെയിൽസ്മാന്റെ പണി എന്ന് പറഞ്ഞാൽ ഒരു ഇങ്ങനത്തെ കേസസിൽ എന്താണെങ്കിൽ നമുക്ക് ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കൽ ഡയറക്റ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. കാരണം ഇത് ഫിസിക്കലായിട്ടുള്ള എടുക്കണേക്കാളും മൈൻഡിലുള്ള സെയിൽസ് ആണ്, സൈക്കോളജിക്കലി നമ്മളെ. പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സെയിൽസ് പേഴ്സൺസിനുള്ള ഒരു നെഗറ്റീവ് സാധനം ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ എനിക്കൊന്നും പേഴ്സണലി എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളൊരു മിക്സി വാങ്ങിക്കാൻ പോകും. അപ്പോൾ ഞാൻ പാനസോണിക്കിൻ്റെ ഒരു മിക്സി വാങ്ങിയാൽ കോസ്റ്റ് അറൗണ്ട് കുറേ വർഷം മുമ്പ് 3000 സംതിങ് വിലയുണ്ട്. അപ്പോൾ ആ സെയിൽസ്മാൻ നമ്മളോട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു 1000 രൂപയുള്ളൊരു മിക്സിയാണ്. അതൊരു മോശം ബ്രാൻഡാണെന്ന് എനിക്കറിയാം. ആ ബ്രാൻഡിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്, അത് എവിടുന്നാണ് വരുന്നതെന്ന് അറിയാം. പക്ഷെ പുള്ളി അത് ഫോഴ്സ് ചെയ്യുന്നത് അവർക്ക് ദേ മേ ബി ഗെറ്റിംഗ് ബെറ്റർ കമ്മീഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ അതൊരു മോശം പ്രവണതയാണ് സെയിൽസിൽ. ശരിക്കും സത്യം ഞാൻ ഒരിക്കലും ഇപ്പം സെയിൽസ് എന്നുള്ളതിൽ അവർക്ക് വേണമെങ്കിൽ ഇൻക്രീസ് ഉണ്ടാവുന്ന വെച്ചാലും അവരുടെ ഒരു ഡിസിഷൻസ് ഇമ്പോസ് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ കാണാറുണ്ട് ഞാൻ. ചില പ്ലാറ്ററുകൾ അവർ സെല്ല് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഒരിക്കലും ആവശ്യം ഉണ്ടാവില്ല, പക്ഷെ ആ പ്ലാറ്ററിലായിരിക്കും അവർക്കൊരു കമന്റ്. ഒരു പക്ഷെ അയാൾ നന്നായി സെല്ല് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ആ പ്ലാറ്റർ നമുക്ക് സെല്ല് ചെയ്യും. കുറച്ചും കൂടി ഇത്രയും ബ്രാൻഡ് കോൺഷ്യസ് ഒന്നും അല്ലാത്ത ഒരാള് ഒരു പക്ഷെ മറ്റേ മിക്സി വാങ്ങിച്ചു എന്ന് വരാം. പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെ സക്സസ്ഫുൾ ആവണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഞാൻ കൂടുതൽ കാണണമെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പുതിയ ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു. ഇപ്പോൾ ആ ഒരു ഡിഷ് മേ ബി എൻ ഏലിയൻ ഡിഷ് ഫോർ us.
അപ്പൊ നമ്മളിത് ഓർഡർ ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ കഴിച്ചാൽ ശരിയാവും, ഇത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരണയില്ല എന്നൊക്കെ വിചാരിക്കുന്ന റെസ്റ്റോറൻറ്റിലെ സപ്ലൈസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയല്ലല്ലോ അവര് അങ്ങനെ. ഇപ്പൊ ഞാൻ അതുപോലെ തന്നെ ഇവിടെ ഇപ്പൊ റെസ്റ്റോറൻറ്റിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അവർ അതിനെ ഡിനൈ ചെയ്യുക ചെയ്യും. അതൊന്നും നല്ല സെയിൽസ് പ്രവണതകളായിട്ട് എനിക്ക് തോന്നി. ഞാൻ പലപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്നു, മോശം ഒരു ഫുഡ് തന്നിട്ട് അത് നിങ്ങൾക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാന്ന് പറയുന്ന ഈ സെയിൽസ് എന്ന് പറയുന്ന സാധനം എനിക്ക് മനസ്സിലാവാത്ത സാധനം. അപ്പൊ ഇത്രയേ ഉള്ളൂ, അത് സെയിൽ എന്ന് പറയുന്ന സാധനം ആണ് ഇതിന്റെ ഒരു പാർട്ട്. പക്ഷെ അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഒരു ഇപ്പൊ ഉള്ള ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മുമ്പുള്ള പോലെയല്ല. അല്ല ഇപ്പൊ സത്യത്തിൽ സെയിൽസ് എന്നല്ല നടക്കുന്നത്, ബൈങ് ആണ് നടക്കുന്നത്, സെല്ലിംഗ് അല്ല. The art of storytelling. ഞാൻ എപ്പോഴും ഓഡിബിളിൽ പുസ്തകം കേൾക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഐ ഡു ഹാവ് മൈ ഓൺ മറ്റേ പോഡ്കാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ ഒരു വീഡിയോ സീരീസ് ഉണ്ട്, ബ്രാൻഡ് ടോക്സ് ആണ്. അപ്പൊ ഈ ബ്രാൻഡ് ടോക്സിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഐ ലവ് ന്യൂയോർക്ക് എന്നുള്ള ലോഗോനെ പറ്റിയിട്ടാണ്. ഐ ലവ് ന്യൂയോർക്ക് എന്നുള്ള ലോഗോയുടെ രസം എന്താണെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ മുഴുവൻ മറ്റേ ഐ ലവ് കോഴിക്കോട്, ഐ ലവ് കൊച്ചി, ഐ ലവ് കുന്നംകുളം, തുണിക്കടക്കാര് ഐ ലവ് ജയലക്ഷ്മി എന്നൊക്കെ എഴുതി വെക്കും, അല്ലെങ്കിൽ മറ്റേ ഐ ലവ് അല്ലെങ്കിൽ ഐ ലവ് അക്ഷയ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവര് എല്ലാവരും എഴുതി വെക്കും. ഇവൻ ഞാൻ ഈ അടുത്തൊരു പള്ളിയിൽ പോയപ്പോ ആ പള്ളിക്കാർ വരെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഐ വാസ് ജസ്റ്റ് തിങ്കിങ്, അപ്പൊ ഒന്നും ഞാനിത് ആലോചിച്ചിട്ടില്ല. ഇങ്ങനെ ഇത് കാണുന്നുണ്ട്, നിങ്ങളെ പോലെയൊക്കെ ഞാനും കാണുന്നുണ്ട്, ഞാനിത് ബോധർ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ ഞാനൊരു ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഓഡിബിളിൽ ഇങ്ങനെ ഒരു പുസ്തകം, വേറൊരു ബ്രാൻഡിങ്ങിനെ പറ്റി പുസ്തകം കേൾക്കുമ്പോൾ അതിലൊരു മെൻഷനാണ് ഐ ലവ് ന്യൂയോർക്കിന്റെ ലോഗോ ഉണ്ടായ പോലെ തന്നെയാണ് ഇതും ഉണ്ടായത്. അപ്പൊ ഇതെങ്ങനെ ഉണ്ടായത്? ഞാൻ സ്റ്റാർട്ടഡ് ഗൂഗിൾ ചെയ്തിട്ട് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതിന് ഇങ്ങനെ ഒരു കഥയുണ്ട്, ഇയാളാണ് ഡിസൈനർ. അപ്പൊ ഞാനത് ഭയങ്കര രസമായിട്ട് അതിന്റെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു കഥ പോലെ പറയാൻ പറ്റുന്ന കാര്യം. അയാൾ ഒരു കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ ഈ സ്ക്രിബിൾ ചെയ്യുന്നത്. അപ്പൊ ആ സ്ക്രിബിൾ ഒരു കവറിന്റെ ഒരു കഷ്ണത്തിൽ അയാൾ വരയ്ക്കുന്നത്. പിന്നെ ഞാൻ എന്റെ പെർമിറ്റഡ് കളേഴ്സ് ഉണ്ട് അതിൽ. ഞാനൊരു കഥ പറയുന്ന ആളാണ്. ഐ യൂസ് ടു റൈറ്റ് സ്ക്രിപ്റ്റ്സ്. ഇപ്പൊ നിങ്ങൾ MIT മൂസ എന്ന് പറയുന്ന അത് കണ്ടിട്ടുണ്ടോ? അതിന്റെയൊക്കെ റൈറ്റേഴ്സിൽ ഒരാൾ ഞാനാണ്, ഫിക്ഷൻ എഴുതുന്ന ആളാണ്. അപ്പൊ എന്താ ഇപ്പൊ ഞാൻ ജിയോ ബേബി, മറ്റേ കാതലൊക്കെ ചെയ്ത ജിയോ ബേബി, NP സജീഷ്, രഞ്ജിത്ത് പേരാമ്പ്ര, ഞങ്ങൾ 4 പേരാണ് അതിന്റെ റൈറ്റേഴ്സ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ബ്രാൻഡ് ടോക്കിന്റെ കഥ പറയുമ്പോൾ അതിൽ ആഡ് പെർമിറ്റഡ് കളേഴ്സ്. ഞാൻ ന്യൂയോർക്കിന്റെ ലോഗോ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആളൊന്നല്ല, പക്ഷെ ഞാൻ എന്റെ രീതിയിൽ അതിനൊരു കഥ ഉണ്ടാക്കാൻ. ഏജൻസിക്കാരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു, ഡിസൈനർ വരുന്നു, അവർ വലിയൊരു പ്രസന്റേഷൻ പ്രതീക്ഷിക്കുമ്പോൾ പുള്ളി പോക്കറ്റിൽ നിന്ന് ആ കവർ എടുത്ത് കാണിക്കുന്നു. ഇതൊക്കെ സത്യത്തിൽ സംഭവിച്ചത്, അങ്ങനെ പറയുന്നുണ്ട് സംഭവിച്ചു എന്നൊക്കെ, പക്ഷെ ഞാനത് നരേറ്റ് ചെയ്യുന്നത് ഒരു ഫിക്ഷനായിട്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഒരു വീഡിയോ ഉണ്ട്. അത് എത്രയോ ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് നമ്മളെങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു എന്നുള്ളത്, അത് പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, അല്ല എനിക്ക് പറഞ്ഞപ്പോൾ ഇതിൽ കൂടുതൽ അട്രാക്ട് ചെയ്ത് തോന്നിയത് ഫിക്ഷൻ എലമെന്റ് ആഡ് ചെയ്തു എന്നുള്ളതാണ്. വേണം, എന്താ അറിയോ, സ്റ്റോറി ബ്രാൻഡ്സ് ആണ് നമ്മൾ പറയും. നേരത്തെ മിലൻ പറഞ്ഞില്ലേ പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ പറ്റിയിട്ട്. ഇപ്പൊ രാംരാജിന്റെ കഥ പറഞ്ഞു, അല്ലെങ്കിൽ ഇപ്പൊ ഷെഫ് പിള്ളയുടെ കഥ. ഈ റാക്സ് ടു റിച്ചസ് സ്റ്റോറി ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം, വിക്ടറി ഭയങ്കര ഇഷ്ടം. റാക്സ് ഇപ്പൊ ഞാൻ മുണ്ടെടുത്ത് പോയ ഒരാളെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് പുറത്താക്കുന്നു. ഇത് എത്രയോ കൊല്ലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന കഥ. ഇതുണ്ടോ ഇല്ലെന്നൊന്നും നമുക്കറിയില്ല, പക്ഷെ നമ്മളെല്ലാവരും മുണ്ടെടുക്കുന്ന ആളുടെ കൂടെ നിൽക്കുക അല്ലേ. അവിടെ അണ്ടർ ഡോഗ് സിൻഡ്രോം എന്ന് പറയാം നമ്മളതിന്. എന്താണെങ്കിൽ ഇപ്പൊ അമേരിക്കയും കാമറൂണും തമ്മിലൊരു വേൾഡ് കപ്പ് മാച്ച് നടക്കുന്നു, നമ്മൾ ആരുടെ കൂടെ നിൽക്കുക? ഡിബേറ്റബിൾ ആണ്. ഭൂരിഭാഗം ഇന്ത്യക്കാരും കാമറൂൺ. അമേരിക്ക നമ്മളോട് ദ്രോഹം ചെയ്തിട്ടില്ലെങ്കിൽ അണ്ടർ ഡോഗ്സിന്റെ കൂടെ അണ്ടർ ഡോഗിന്റെ നമ്മളെപ്പോഴും അണ്ടർ ഡോഗ്. അതുകൊണ്ടാണ് നമുക്ക് ഈ റാറ്റ് സ്റ്റോറി സിനിമയിൽ തന്നെ, നമുക്കിപ്പോ ചക് ദ ഇന്ത്യ എന്ന് പറയുന്ന സിനിമയിൽ എത്ര വട്ടം വേണമെങ്കിൽ ആ സിനിമ കാണും, നമുക്കറിയാം നമ്മൾ അവസാനം ജയിക്കുന്നു. പക്ഷെ അതേ ആകാംക്ഷയിൽ നമ്മൾ അത് വിക്ടറിയ എപ്പോഴും നമുക്ക് കേൾക്കാൻ ഇഷ്ടം, കാണാൻ ഇഷ്ടമുള്ള സാധനം. അതുകൊണ്ടാണ് രാംരാജിന്റെ പേഴ്സണൽ ബ്രാൻഡിങ് നമുക്ക് ഇഷ്ടം. ഒരാളുടെ വിജയത്തിന്റെ കഥ, മറ്റേ റാക്സ് ടു റിച്ചസ് പറയും നമ്മളല്ലേ, ഏറ്റവും മോശം അവസ്ഥയിൽ നിന്ന് വലിയ അവസ്ഥയിലേക്ക് വരുന്ന ആൾക്കാർ. ഈ അടുത്ത് പോലും ഞാനിങ്ങനെ ജോയ ലുക്കാസിന്റെ കഥ, മറ്റെന്തോ റോൾസ് റോയ്സ് വാങ്ങിക്കാൻ പോയപ്പോ പിന്നെ പുള്ളി അത് വാങ്ങിച്ചിട്ട് എന്തോ സെയിലിന് മറ്റേ ബമ്പർ പ്രൈസ് ആക്കി കൊടുത്തു. അതിന് ശേഷം റോൾസ്, സത്യമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ഈ അടുത്ത ഒരാൾ പറഞ്ഞത് ഇങ്ങനെ കേട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ റോൾസ് റോയ്സ് ആ കാറ് മറ്റേ ഇതിന് വെക്കരുത്, മറ്റേ ഓഫറിന് വെക്കരുത് എന്ന് പറഞ്ഞു, മറ്റെന്താ പ്രൈസ് ആയിട്ട് വെക്കരുതെന്ന് നിയമം അങ്ങനെയൊക്കെ പാസ്സാക്കിയോ എനിക്കറിയില്ല. ഈ അടുത്ത ഒരു ബ്ലോഗർ പറഞ്ഞു കേട്ടാണ് ഞാനത്. ആ പുസ്തകത്തിലുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ.
ഇത്രയേ ഉള്ളൂ. സ്റ്റോറി ടെല്ലിംഗ് ആണ് ആക്ച്വലി ഒരു ബ്രാൻഡിന്റെയും സ്റ്റോറി ടെല്ലിംഗ് ആണ്. സ്റ്റോറി ബ്രാൻഡ്സ് ആണ് സത്യത്തിൽ നമ്മളെല്ലാ ബ്രാൻഡിന്റെ പിന്നിൽ. ഇപ്പൊ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി എന്ന് പറയുന്ന പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും വീഗാർഡ് എന്ന് പറയുന്ന ബ്രാൻഡ് ആണെങ്കിലും അതിനൊരു കഥയുണ്ട്. പഴയ ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടറിന്റെ പിന്നിൽ ഒരു മറ്റേ എന്താ പറയാ സ്റ്റെബിലൈസർ ഒരാളുടെ കഥ. പക്ഷെ ആ സൈക്കിളിന്റെ പിന്നിൽ സ്റ്റെബിലൈസർ ആയിട്ട് ഒരാൾ കൊണ്ടു നടക്കാന്ന് പറയുമ്പോ ഇവിടെ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അവർ നമ്മളാണ് പോണത്, ആളല്ലല്ലോ, നമ്മളാണ് കഥ. സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളുടെ കഥകൾ നമ്മൾ കേൾക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ എത്ര കൊച്ചി പള്ളിമാര് ഇതേ സ്കൂട്ടറിന്റെ മുന്നിൽ ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ആയിട്ട് പോയിട്ടുണ്ടാവുകയും പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ എല്ലാ ഓട്സും ഫൈറ്റ് ചെയ്തിട്ട് ഒരാൾ ജയിക്കുന്നവരെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ. ഇപ്പോ ഈ സ്റ്റാർട്ടപ്സിൽ ജയിച്ച സ്റ്റാർട്ടപ്പുകൾ നമുക്കറിയാം, തോറ്റുപോയ സ്റ്റാർട്ടപ്പുകൾ എത്ര അവരുടെയും കൂടിയാണ് ഈ ലോകം. അവരുടെ ഐഡിയകൾ മോശമായിട്ടല്ല, അവർക്ക് അതിനുള്ള ഒരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ സ്ട്രാറ്റജിയോ ഫെയിൽ ആയി പോയതായിരിക്കും. പക്ഷെ അപ്പോഴും ഈ സ്റ്റോറികൾ മേക്ക് ചെയ്യും, ഈ പറഞ്ഞ പോലെ ഫിക്ഷൻ ചേർത്ത് ആ ഒരു ക്രിയേറ്റീവ് എലമെന്റ് അതിൽ കൊടുന്ന് അതിനെ മനോഹരമാക്കി ആൾക്കാർ അത് കേൾക്കുന്നവരും വെറുതെ കേട്ട് പോവല്ല. അപ്പോൾ കൺസിസ്റ്റന്റ്ലി അത് കൊടുത്ത് വരുമ്പോൾ പല സ്ഥലങ്ങളിൽ ആ സ്റ്റോറി വരുന്നു. ഇപ്പം നൈക്കിൻ്റെ തന്നെ കാര്യത്തിൽ ഇപ്പോൾ ഒളിമ്പിക്സിന് മുന്നേ അവരുടെ CEO പറഞ്ഞിട്ടുള്ള കാര്യം, അവരുടെ ബ്രാൻഡ് സ്റ്റോറി ടെല്ലിംഗ് തന്നെ ഇതേ ഫോർമാറ്റിൽ അത്ലറ്റ്സിനൊക്കെ വെച്ച് പോയി കഴിഞ്ഞാൽ ഒന്നും കൂടി അതിനെ ഷാർപ്പാക്കാൻ കഴിയും. അതായത് സെയിം സ്ട്രാറ്റജി തന്നെയാണ് അവർ വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന സ്ട്രാറ്റജിയാണ് അവർ ഉപയോഗിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ അവരുടെ ഇപ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻസ്, അതായത് ക്രിയേറ്റേഴ്സിൻ്റെ അടുത്തല്ല, അവർ അത്ലറ്റ്സിൻ്റെ അടുത്ത്, ഇപ്പോൾ ജോർദാൻ്റെ അടുത്തൊക്കെ കൊളാബറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലും ഈ അടുത്താണ് അതൊക്കെ വന്നു തുടങ്ങിയെങ്കിൽ അന്ന് അത്രയോ വർഷം മുന്നേ, 30 വർഷം മുമ്പ് 40 വർഷം മുമ്പ് അവർ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് അത് കൊളാബ് ചെയ്ത് കൊണ്ടുവരിക അല്ലെങ്കിൽ സ്റ്റോറി ടെൽ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറഞ്ഞ കാര്യം. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ കേസ് എടുക്കുമ്പോൾ അതുപോലെ ഉള്ള സ്റ്റോറികളാണ് ആൾക്കാർക്ക് കേൾക്കാൻ താല്പര്യം. അത് ഒരു റീൽ ഫോർമാറ്റിലേക്കൊക്കെ വരിക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് വന്നിട്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളുടെ ഇപ്പോഴൊക്കെ അത് ഭയങ്കരമായിട്ട് മാറി. ഇപ്പൊ എന്റെയൊക്കെ കാലത്ത് ഇപ്പൊ നമ്മളുടെ ഒരു കോളേജിലൊരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് മടിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ മറ്റുള്ള ഇപ്പൊ കുട്ടികൾക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അത് അങ്ങനെ ഓവർകം ചെയ്ത പോലെ തന്നെ കൾച്ചർ ചേഞ്ച് പോലെ തന്നെ നമുക്കിപ്പോൾ കുറേയൊക്കെ ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനൊക്കെ റെഡി ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പോഴും ഇതെന്താണെങ്കിൽ ഇതിൻ്റെ ഒരു ബേസിക് കാര്യമുണ്ട്. ഇതിപ്പോൾ എൻ്റെ അപ്പനൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലൊക്കെ പെട്ടിട്ട് വരുമ്പോൾ പുള്ളി എന്നോട് ചോദിക്കും, നീ കുതിരപ്പുറത്തുനിന്ന് വീണുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ഞാന് എന്താണ് നമ്മൾ വേഗം ടെൻഷനിലിരിക്കണം, അപ്പൊ എന്താ ഇപ്പം പറയണേന്നൊക്കെ ചോദിക്കും. ആൾ പറയല്ല, നീ പറയേ നീ കുതിരപ്പുറത്തുനിന്ന് വീണുണ്ടോ. അപ്പൊ ഞാൻ പറയാറ് ഞാൻ കുതിരപ്പുറത്തൊന്നും വീണിട്ടില്ല എന്ന് പറയുമ്പോ പിന്നെ അപ്പൻ ചോദിക്കും, നീ കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ടോ. അപ്പൊ ഞാൻ കുതിരപ്പുറത്ത് കയറിയിട്ടില്ല. കുതിരപ്പുറത്ത് കയറാത്ത ഒരാളും കുതിരപ്പുറത്ത് വീഴില്ല. അതാണ് ഇവിടെ സംഭവം. ഇപ്പൊ നീ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു, ഇപ്പൊ മിലൻ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നു. അപ്പൊ നീ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനെ കുറ്റം പറയാനുള്ള കുറെ ആളുകൾ ഉണ്ടായിരിക്കും. നല്ല പണി, അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഇതിൽ വന്ന് സംസാരിക്കാം ഇയാളുടെ കഥ പറയാൻ വേണ്ടി. പക്ഷെ ഒന്നും ചെയ്യാതിരുന്ന് നോക്കി നീ ഭയങ്കര നല്ല ആളാണ്, നിന്നെ പറ്റി ആർക്കും ഒരു പരാതിയും പറയില്ല. ഇപ്പൊ നമ്മൾ ഈ സത്യത്തിൽ ഇത് ഭയങ്കര ഒരു നെഗറ്റീവ് നോഷൻ ഉണ്ട്. ഇപ്പൊ നമ്മള് നല്ല കുട്ടി എന്ന് പറയുന്ന കാര്യം, ഇപ്പൊ ചെറിയ കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ഇപ്പൊ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ വരുന്നു, കല്യാണമൊക്കെ വരുമ്പോ ചെറിയ കുട്ടികളുണ്ടാവും. അപ്പൊ ഭയങ്കര കുറുമ്പാവൻ, ഒരു വെച്ച സ്ഥലം ഭയങ്കര പുലിവാലാണെന്നൊക്കെ പറയും. പക്ഷെ ആ കുട്ടിയാണ് യഥാർത്ഥത്തിൽ നല്ല കുട്ടി. പക്ഷെ നമ്മൾ നല്ല കുട്ടി എന്ന് പറയുന്നത് അവനൊരു പാവം കുട്ടിയാണ്. ആ കുട്ടീനെ വെച്ചാൽ അവിടെ ഇരുന്നോളൂ. ആ കുട്ടിക്ക് സത്യത്തിൽ മെന്റലി ഫിസിക്കലി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരിക്കും. അങ്ങനെ ആ പ്രായത്തിൽ ഒരു കുട്ടി അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പാടില്ല. അതല്ല കുട്ടിയുടെ നേച്ചർ. ഓടി നടക്കണം, കളിക്കണം, കരയണം, ഉറങ്ങണം. ആ കുട്ടീനെ നിങ്ങൾ ചെറുപ്പത്തിൽ ഒരു കുട്ടി ഒരു പാവം പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിനെയാ നല്ല കുട്ടി, നമ്മൾ നല്ല പെൺകുട്ടി എന്ന് വേണം. നല്ല മനുഷ്യനൊക്കെ പറയുന്ന ആൾക്കാർ ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. അവര് നിങ്ങൾക്കൊരു ഉപദ്രവം ഉണ്ടാക്കാത്തവരാണ്. അവര് പ്രശ്നം ഇപ്പൊ നിങ്ങൾ ചീത്ത പറഞ്ഞാൽ അവർ മിണ്ടാതെ കേൾക്കും. അങ്ങനെയല്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ആളുകൾ അതിനെ പറ്റിയിട്ട് പറയാനുണ്ടായിരിക്കും. അത് മോശമാണ്, നിങ്ങൾ ചെയ്യാതിരുന്ന ഭയങ്കര സുഖം. ആ സുഖമാണ് കുറെ നാള് മലയാളികൾ അനുഭവിച്ചുകൊണ്ടിരുന്നത്. എന്താണെങ്കിലും സുഖമായിട്ടിരിക്കുക, എല്ലാവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക. അതിന്റെ ആവശ്യമില്ല. ചെയ്തിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിലൻ, ഇത് ആക്ച്വലി നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കും മിലനും ഇപ്പൊ ക്യാമറയ്ക്കും എല്ലാവർക്കും ഓരോ മനുഷ്യനും നമ്മൾ അങ്ങനെ തന്നെ അറിയപ്പെടും. ചിലപ്പോൾ നമുക്ക് അതിനെ ബോഡി ഷേമിംഗ് എന്ന് വിളിക്കാൻ പറ്റും. ചില ആളുകളെ നമ്മൾ അറിയുന്നത് ആ നരച്ച തടിയുള്ള ആള് അല്ലെങ്കിൽ ആ തടിയുള്ള ആള്, അങ്ങനെ വിളിക്കാം നമ്മള്. അങ്ങനത്തെ ഐഡന്റിറ്റികൾ, ടാലന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡന്റിറ്റികളുണ്ട്. ആ നന്നായി പാട്ട് പാടുന്ന ആള്,
നന്നായി പടം വരയ്ക്കുന്ന ആള്. ഇങ്ങനെയൊക്കെ നമുക്ക് ബ്രാൻഡ്, നമ്മൾ ഓൾറെഡി നമുക്ക് USPസും ബ്രാൻഡുകളുണ്ട്. ഇപ്പൊ വിനീത് ശ്രീനിവാസനെ ഞാൻ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിനീത് ശ്രീനിവാസന്റെ USP എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരുപാടാണ്. പക്ഷെ അപ്പോഴും നമ്മൾ, ഞാൻ വിനീത് ശ്രീനിവാസനിൽ ഇഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി എന്നോട് ചോദിച്ചാൽ, ഞാൻ അയാൾ നന്നായി പാട്ട് പാടുന്നവർ, അയാൾ സംവിധാനം ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, തിരക്കഥ. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഞാൻ അയാളെ ഏറ്റവും നന്നായി ചെയ്യുന്നു വിചാരിക്കുന്ന സാധനം, അതാണ് അയാളുടെ ബ്രാൻഡ്, അതാണ് അയാളുടെ USP. അപ്പോൾ ഇതുപോലെ നമ്മളുടെ ഓരോ മനുഷ്യരും, അത് ബിസിനസ്സുകാരല്ല, നമ്മളുടെ നാട്ടിലൊരു ചായക്കടക്കാരനെ നോക്കിയാൽ പോലും അയാൾക്കൊരു USP ഉണ്ട്. അയാൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് തന്നെയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു പരിപ്പ് വട തിന്നാനാണെങ്കിൽ അപ്പുട്ടിയേട്ടന്റെ കടയിൽ പോവാൻ, പക്ഷെ പഴംപൊരി തിന്നാൻ അവിടെ ആയിരിക്കില്ല പോവാ, അവിടെയാണ് അയാളുടെ ബ്രാൻഡ് വാല്യൂ വരുന്നത്. അയാൾക്ക് പരിപ്പ് വട അതിഗംഭീരമായിട്ട് ഉണ്ടാക്കാൻ അറിയാം, അയാൾക്ക് പരിപ്പ് വടനെ പറ്റി സംസാരിക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണല്ലോ വേണ്ടത്. അയാൾ പഴംപൊരിനെ പറ്റി സംസാരിക്കണ്ട, അയാൾ പരിപ്പ് വടനെ പറ്റി സംസാരിക്കും. അതാണ് അയാൾക്ക് ചെയ്യാനുള്ള പേഴ്സണൽ ബ്രാൻഡിങ്. ഞാൻ എങ്ങനെയാണ് എൻ്റെ പരിപ്പ് വട, എന്തുകൊണ്ടാണ് ഈ പരിപ്പ് വടനെ ആളുകൾ ഇഷ്ടപ്പെടുന്നത്, അതിൻ്റെ അതോറിറ്റി. പേഴ്സണൽ ബ്രാൻഡിങ്ങിലാണെങ്കിലും, നമ്മൾ എസ്പെഷ്യലി ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലാണെങ്കിലും, നമ്മൾ ചെയ്യുന്ന എല്ലാ കമേഴ്സ്യൽ ഇതിലും നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. അത് ബ്രാൻഡിൻ്റെ കാര്യത്തിലാണ്. ഒന്ന് കൺസിസ്റ്റൻസിയാണ്. അപ്പുട്ടിയേട്ടൻ്റെ പരിപ്പ് വട ഇന്ന് പോയി കഴിച്ചാലും 5 മാസം പോയി കഴിച്ചാലും അതിന് ഒരേ ടേസ്റ്റ് ഉണ്ടാവും. അത് അപ്പുട്ടിയേട്ടൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ മാറിക്കഴിഞ്ഞാൽ അത് മാറും. അപ്പൊ പല റെസ്റ്റോറന്റുകളും പൂട്ടി പോകുന്നതിന്റെ കാര്യം, ഷെഫ് മാറിക്കഴിഞ്ഞാൽ ഈ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. രണ്ടാമത്തത് ഓതന്റിസിറ്റിയാണ്, അതിൽ അതോറിറ്റി ആവാനുള്ള. അപ്പൊ ഒരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യുന്ന ആൾ, ഇപ്പൊ കുറേ അധികം ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു ഭയങ്കര തള്ളിക്കയറ്റം ഉണ്ടാവുന്ന കാലത്ത് ആ സബ്ജക്റ്റ് ഭയങ്കര ഡീപ്പായി അറിയാതെ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാതെ, അതിൽ ഓതന്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ കളിയാക്കും. കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ള കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നു. ഇപ്പം എൻ്റെ പ്രായത്തിലുള്ള ഒരാൾ ഞാനൊരു കാര്യം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അപ്പം അത് തെറ്റാണെന്ന് പറയുന്ന കുട്ടികളുണ്ട്. തെറ്റാണ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇവിടെ സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഇവിടെ ഒരു കണ്ണു. ഞാൻ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത് അങ്ങനെയായിരിക്കും ചിലപ്പോൾ ഞാനൊരു കാര്യത്തിന് പ്രൊനൗൺസ് ചെയ്യും. പക്ഷെ അതല്ല യഥാർത്ഥ പ്രൊനൗൺസിയേഷൻ അറിയാനായിട്ട് ഇപ്പോൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതുവരെ നോക്കുന്ന, അതുവരെ കറക്റ്റ് ചെയ്യുന്ന, നമ്മളൊരു ബ്രാൻഡിനെ പറ്റി ഭയങ്കര ആധികാരികമായിട്ട് കാര്യങ്ങൾ തട്ടിവിടുന്ന, അല്ലെങ്കിൽ വേറെ എന്താണ്, ഇത് എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്ന ഒരു ഭാഗം അപ്പുറത്തുണ്ട്. അവർ കൃത്യമായിട്ട് നമ്മളെ തിരുത്തും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ പറ്റി പഠിക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റുക, അതിൽ ഓതന്റിക് ആയിരിക്കാം, അതിന് വേണ്ട റിസർച്ച്, നല്ലൊരു സ്റ്റഡിയാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം, നിങ്ങളുടെ ബ്രാൻഡ് ആണെങ്കിലും നിങ്ങളുടെ ഈ പേഴ്സണൽ ബ്രാൻഡ് ആണെങ്കിലും, നിങ്ങൾ എന്ത് പറയണം, എന്ത് പ്രോഡക്റ്റ് ഇറക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് നന്നായി റിസർച്ച് ചെയ്യണം. റിസർച്ച് ചെയ്തില്ലെങ്കിൽ വലിയ തെറ്റുകളുണ്ട്. ആ തെറ്റുകൾ നമുക്ക് ഇതിൽ കോസ്റ്റ് യു ഡിയർലി, നിങ്ങളുടെ മുഴുവൻ പൈസ വരെ നഷ്ടപ്പെടാനുള്ള വഴി. അപ്പോൾ ആളുകൾ വിചാരിക്കും റിസർച്ച് എന്നുള്ള വാക്കൊക്കെ കേൾക്കുമ്പോൾ അത് സത്യത്തിൽ എന്തോ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയല്ല. റിസർച്ച്, ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അത് ഡിസൈനിന് മാത്രമല്ല, അത് മാനേജ്മെന്റിലും ലൈഫിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സാധനം. അതിൻ്റെ ഒന്നാമത്തെ പ്രോസസ്സ് റിസർച്ച്. അത് ആ റിസർച്ച് നമ്മൾ ഹോംവർക്ക് എന്ന് പറയാം, എന്ന് പറയുന്ന സാധനം, ബാക്ക്ഗ്രൗണ്ട് വർക്ക് എന്നൊക്കെ പറഞ്ഞു. അതാണ് ഒരു പരീക്ഷയിൽ നിങ്ങൾ എങ്ങനെയാ ഹോംവർക്കും മറ്റേ റിവിഷനൊക്കെ ചെയ്ത് സക്സസ്ഫുൾ ആവണേ, അതുപോലെ തന്നെയാണ് ഒരു ബ്രാൻഡിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വർക്ക്സിന്റെ സാധനമാണ്. ഓക്കെ, ഈ ടാസ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു ടോപ്പിക് സെലക്ട് ചെയ്യും, അതായത് ഇതിൽ ഓരോ ടോപ്പിക്കുള്ളൂ. എന്നിട്ട് ഈ കിട്ടുന്ന ടോപ്പിക്കിന് നമ്മളൊരു റീൽ ഫോർമാറ്റിക്കായി മാറ്റണം. പറയണം അപ്പൊ തന്നെ പറയണം. അതെ, അപ്പൊ തന്നെ പറയണം. അപ്പൊ അതിലൊരു ഹുക്ക് വേണം, ഒരു ടെൻഷൻ ആയിട്ട് ഇത് പോകണം, ഒരു എൻഡ് പഞ്ച് വേണം. ആൻഡ് ഇതിന്റെ ഒരു ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 30 സെക്കൻഡ്സ് എന്നുള്ള റീലിലാണ്. അപ്പോ സ്പോണ്ടേനിയസ് ആയിട്ട് റീല് പറയാം. ടോപ്പിക് എടുത്തോളൂ. ഇതിപ്പോ ഞാന് നോക്കട്ടെ എന്താണ് ടോപ്പിക്, ഇതൊക്കെ പറയാൻ പറ്റുന്നത് തന്നെയാണോ ദൈവമേ. ഇറ്റ്സ് ഓക്കെ. റീബ്രാൻഡിങ് ഓഫ് ജാഗ്വർ, ഈസ് ഇറ്റ് എ മാർക്കറ്റിംഗ് ടാക്ടിക്, നെഗറ്റീവ് പബ്ലിസിറ്റി? ഓക്കെ, ഒരു ഫോയിൽ ഇട്ടുണ്ട്. ഓക്കെ, സോ ദ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ, താങ്ക് യു. ജാഗ്വറിന്റെ ഈ ലോഗോ റീബ്രാൻഡിങ് ഇപ്പോൾ വളരെയധികം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ വന്നിരിക്കുകയാണ്. ആ ബ്രാൻഡിന് അതിൻ്റെ ഒരു മാൻലിനെസ് പോയിട്ട് പെട്ടെന്നൊരു ഫെമിനിനായി മാറുക. അതിൽ ആ കുതിച്ച് ചാടുന്ന അമേരിക്കൻ കടുവ പോകുന്നു, വളരെ സ്മൂത്ത് കർവി ആയിട്ടുള്ള ലോഗോ ഫോൺസ് വരുന്നു. അതും
അത് മിക്സ്ഡ് ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും. അത് ഉണ്ടാവുന്നത് എങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് അവരൊരു JR എന്ന് പറഞ്ഞൊരു പാറ്റേൺ ഉണ്ടാക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു നല്ല ടാക്ടിക്സ് ആണ്. ദേ ആർ ഗോയിങ് ഫോർ ഇക്കോ ബ്രാൻഡിങ്, ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലോഗോ ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കതിന്. ഓക്കെ, ഡൺ. അല്ല അത് ടൈം എത്ര സെക്കൻഡ് ആയി? കറക്റ്റ് 30. അടിപൊളി. ഓക്കെ ഓക്കെ. One of the most polarizing brand figures today. Okay, Elon Muskനെ പറ്റിയിട്ടാണ്. ഓക്കെ Your time starts now. ഓക്കെ. ലോകം നിയന്ത്രിക്കുന്ന എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ആൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം, ട്വിറ്റർ വാങ്ങി. അങ്ങനെ ട്വിറ്ററിലൂടെ ഒരുപാട് ട്രോൾ മീം പോസ്റ്റുകളാണ് ട്രംപ് അമേരിക്കയ്ക്ക് വേണ്ടി, അതായത് ട്രംപിന് വേണ്ടിയിട്ട് മസ്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് വലിയ വിജയമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തി, പക്ഷെ അതിന് തന്നെ മസ്കിന് അത്രയധികം റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. ഈ വോക്കിസം പോലുള്ള കാര്യങ്ങളൊക്കെ എതിർക്കുന്ന ഒരാളാണ് ട്രംപ്. അതേ ചിന്താഗതിയുള്ള ആളാണ് മസ്കും. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളിലേക്കാണ് ട്രംപിന് വേണ്ടിയിട്ട് മസ്ക് സപ്പോർട്ട് ചെയ്യുന്നത്. കറക്റ്റ് ആയിട്ടുണ്ടോന്ന് അറിയില്ല, എന്നാലും ഓൾമോസ്റ്റ് ഡൺ അല്ലേ? ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ അത് ഡിപ്പെൻഡ്സ് ഓൺ ടോപ്പിക്സ്. അതെ, ഡിപ്പെൻഡ്സ് ഓൺ ടോപ്പിക്സ്. എടുത്തോളൂ. അത് എനിക്ക് തോന്നുന്നു ഒരു ഇൻട്രസ്റ്റിംഗ് ഗെയിമായിട്ട്. കാരണം പ്രത്യേകിച്ച് ഇപ്പൊ ഈ ബ്രാൻഡ് നടത്തുന്ന ഒരു ഏജൻസി ഓണേഴ്സ് ഒക്കെ പുറമെ ചെന്നിട്ട് ഇതുപോലുള്ള ആൾക്കാരെ റീൽ ചെയ്യുമ്പോൾ അവരതിനാണല്ലോ നമ്മൾ ഇരുത്തണത്. നമ്മളത് എങ്ങനെയാണ് ഇത്രയും സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യാന്നുള്ളത്. പ്രത്യേകിച്ച് ഈ എക്സ്റ്റംബർ സ്പീച്ചൊക്കെ ഇതേ ഫോർമാറ്റ് ആണല്ലോ. ടോപ്പിക് കിട്ടി നമ്മൾ പെട്ടെന്ന് തന്നെ പ്രിപ്പയർ 5 മിനിറ്റിൽ പറയാന്നുള്ളതാണ്. ഇതിൽ പിന്നെ അത്രയും 30 സെക്കൻഡ് അല്ലേ പറയേണ്ടത്. The difference between content in Instagram, Facebook, YouTube, X and LinkedIn. Okay. ഞാൻ പറയാം. Okay, time starts now. Okay, actually ടോപ്പിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബട്ട് ദ ആൻസർ ഈസ് ദാറ്റ് ഈ കോണ്ടന്റിൽ ദർ ഈസ് നോ ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ഓൾ ദീസ് മീഡിയ. അതിൻ്റെ ലെങ്ത്തിനും പ്രസൻറ്റേഷനിലും മാറ്റേണ്ടത്. കോണ്ടന്റ് റിമെയിൻസ്, അതായത് കോണ്ടന്റ് പ്രിൻസിപ്പിൾ റിമെയിൻസ് ദ സെയിം. നല്ല കോണ്ടന്റിന് 2 പ്രിൻസിപ്പിളേ ഉള്ളൂ. ഈ കോണ്ടന്റ് നിങ്ങൾ സോഷ്യൽ മീഡിയ ചെയ്യുകയാണെങ്കിൽ, ഒന്ന് നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, റെഗുലർ ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ, നിങ്ങൾ ചെയ്യുന്ന ആ കോണ്ടന്റിൻ്റെ ടോപ്പിക്കിൽ നിങ്ങൾ ഓതന്റിക് ആവുക എന്നുള്ളതാണ്. കോണ്ടന്റിൻ്റെ കോൺസെപ്റ്റാണ് അത് വാല്യൂ ചെയ്യുന്നത്. അതാണ് ഏറ്റവും സക്സസ്ഫുൾ ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈമിംഗ് കറക്റ്റ് ആയിരുന്നു. കറക്റ്റ് ആണ്. ഇതാണല്ലോ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യും. Okay, so my second topic is easiest way to market a product or service in India. Okay, start ചെയ്യാം. ഓക്കെ, ഈ 3 ടിപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനോ സർവീസിനോ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആദ്യം തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഒപ്പം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. സോ അതിന് നിങ്ങളുടെ 2 പ്രൊഫൈൽ വേണം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് നിങ്ങളെ പ്രൊഡക്റ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻഫ്ലുവൻസസിന് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അങ്ങനെ കണക്ട് ചെയ്തിട്ട് അവരിലൂടെ ഈ പ്രൊഡക്റ്റിനെ മാക്സിമം ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ഇൻഫോർമേഷൻ മാത്രമല്ല എൻ്റർടൈൻമെൻറ്റും കണക്ട് ചെയ്തിട്ടുള്ള റീൽസ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആൻഡ് മൂന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ പരമാവധി വീഡിയോസ് ഉള്ള റിവ്യൂസ് എടുക്കുക. നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവരെടുക്കുന്ന വീഡിയോ റിവ്യൂസ്, അതുപോലെ തന്നെ അവരത് ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ചേഞ്ച് വരുന്ന കാര്യങ്ങളൊക്കെ എടുക്കുക. ആൻഡ് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൂട്ടിയിട്ടായിരിക്കണം നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് കൊണ്ടുവരേണ്ടത്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റിനെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അടിപൊളിയായി. 5 സെക്കൻഡ് കൊടുത്തരാം. ട്രൈ ചെയ്യാം. അങ്ങനത്തെ ഇതൊക്കെ കൊടുക്കാൻ നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇനി വേണോ? അത്യാവശ്യമായില്ലേ? പോണോ? ഞാൻ എടുത്ത് കയ്യിൽ പിടിച്ചത് അത് വേറെയാണോ എനിക്കറിയില്ല, നോക്കട്ടെ. ഞാൻ ഒരെണ്ണം കയ്യിൽ പിടിച്ചിരിക്കുന്നത് അത് മുമ്പത്തെ ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചിട്ട്. വലിയ കഥയാണ് കേട്ടത്. നീ ഇത് എഴുതി കഴിഞ്ഞ കമ്പനീസ് കളക്ട് ആൻഡ് യൂസസ് പേഴ്സണൽ ഡാറ്റ. എന്താ ഇരിക്കുന്നത്? നീ എനിക്ക് വായിക്കാൻ പറ്റില്ല. ഇതെന്താ? കമ്പനീസ് കളക്ട്സ് ആൻഡ് യൂസസ് പേഴ്സണൽ ഡാറ്റ ടു ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് മാർക്കറ്റിംഗ്.
ബ്രാൻഡിങ് ഓർ Good thing ആണ്. Good പേഴ്സണൽ thing ഡാറ്റ or കളക്ട് ചെയ്തിട്ട് അവര് അതിൽ എന്താ അറിയോ, Okay, ഓക്കെ so വി ക്യാൻ the ടോക്ക് അബൌട്ട് ദാറ്റ്. time നമുക്ക് പറയാം. starts now. Okay. ഈ നമ്മുടെ ഡാറ്റ വെച്ചിട്ടുണ്ട്, ഡാറ്റ ഡ്രിവൺ ആയിട്ടാണ് എല്ലാ മാർക്കറ്റിംഗ് പ്രോസസ്സുകളും ഇപ്പോൾ നടക്കുന്നത്. ഇത് നമ്മളുടെ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നുള്ള ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് എത്തിക്സ് ശരിക്കും. പക്ഷേ ഈ ഡാറ്റ കളക്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഈ മാർക്കറ്റിംഗ് ടിപ്സും നമുക്ക് നമ്മുടെ കുറേ സമയം ലാഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറ്റ് ഹാപ്പൻസ് ലൈക്ക് ദിസ്. നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾ വെൻ യു തിങ്ക് ഓഫ് എ പ്രോഡക്റ്റ്, ഒരു കുട വാങ്ങിക്കാൻ ആലോചിച്ച് ഉടൻ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കുടകളുടെ പരസ്യങ്ങളുടെ പ്രവാഹമാണ്. യു ആർ ഗെറ്റിംഗ് മോർ ചോയ്സസ്, മോർ ഓപ്ഷൻസ്, ആൻഡ് യു ആർ ചിലപ്പോൾ ഫോഴ്സ് ടു ബൈ ഓൾസോ. നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചാലും കുറച്ച് നേരത്തേക്ക് അവരിങ്ങനെ വീണ്ടും അത് കാണിച്ചുകൊണ്ടിരിക്കും. ഇതെങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നുള്ളത്, നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ കളക്ട് ചെയ്യുന്നു എന്നുള്ളത് അതിനൊരു എത്തിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ ഒരു തരത്തിൽ കൺസ്യൂമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൈം കറക്റ്റ് 10 സെക്കൻഡ് ഇനി ഉണ്ടായിരുന്നു. 10 സെക്കൻഡ് കൂടുതലായി ആണോ? Okay, പക്ഷെ നല്ല ട്രൈ ആയിരുന്നു. The topic is the power of nostalgia in branding. Example, Coca-Cola, Disney. Okay. Okay. Nostalgia നിങ്ങളുടെ പ്രൊഡക്റ്റിനെ, നിങ്ങളുടെ ബ്രാൻഡിനെ ഒരു പീക്കിലേക്ക് എത്തിക്കും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നൊസ്റ്റാൾജിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഫിലിംസിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റെട്രോ കാലഘട്ടം കാണിക്കുന്ന ഫിലിംസ് ഒരുപാട് വരുന്നുണ്ട്. സോ നൊസ്റ്റാൾജി അല്ലെങ്കിൽ പഴയ കാലഘട്ടം കാണിക്കുക, നമ്മുടെ മനസ്സിലുള്ള പഴയ കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ആലോചന നടത്തുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മിനിമം ആലോചിക്കേണ്ട കാര്യത്തിലുള്ളൂ. ഇപ്പോൾ അന്താക്ഷരി എന്ന് പറഞ്ഞ സംഭവം നമ്മൾ കളിക്കുമ്പോൾ അതിൽ ചെയ്യുന്നത് ഇതേ സൈക്കോളജിയാണ്. നമ്മുടെ ബ്രെയിനിനെ നമ്മൾ മുമ്പ് എപ്പോഴോ കേട്ട് മറന്നിട്ടുള്ള അല്ലെങ്കിൽ കണ്ട് ആസ്വദിച്ചിട്ടുള്ള ഒരു സിനിമയിലെ പാട്ടിനൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ആ എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ളതിനൊക്കെ നമ്മളെ കണക്ട് ചെയ്യുകയാണ്. സോ ആ ഒരു ഇമോഷണൽ കണക്ഷനാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. സോ ഉറപ്പായിട്ടും നിങ്ങൾ നൊസ്റ്റാൾജി യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സിനെ മാർക്കറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ നല്ല ലെവലിൽ എത്തിക്കാനായിട്ട് കഴിയും. ഇതിൽ ഞാൻ കറക്റ്റ് ടൈം ഓക്കെ, കറക്റ്റ് 30 സെക്കൻഡ്സ്. ഓക്കെ, സോ അപ്പൊ ഈ പാർട്ട് കഴിഞ്ഞു. ഈ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി, നല്ല ടാസ്ക്. ഭാഗ്യത്തിന് അറിയണ കാര്യങ്ങളൊക്കെ, അതെ, അറിയാത്ത കാര്യങ്ങളാണ് എങ്ങനെ പറയും. അല്ല, നമുക്ക് പാസ് എന്ന് പറയാം. 2025 ബ്രാൻഡിങ്, ബിസിനസ്, മാർക്കറ്റിംഗ്, ഇതിലൊക്കെ നമ്മളെ സ്വയം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്ന നല്ല കുറേ ഇൻസൈറ്റ്സും പെർസ്പെക്റ്റീവ്സും ആണ് അദ്ദേഹം ഷെയർ ചെയ്തത്. താങ്ക് യു ഫേവർ ഫ്രാൻസിസ്. ഇവിടേക്ക് വന്ന ഞാനല്ല, തിരിച്ചിറങ്ങുന്ന ഞാൻ. ഓരോ യാത്രകളും നമ്മളെ റീഡിഫൈൻ ചെയ്യുന്നുണ്ട്, ഓരോ സംഭാഷണങ്ങളും നമ്മളെ റിഫൈൻ ചെയ്യുന്നുണ്ട്. വിത്ത് ലോട്ട്സ് ഓഫ് ലവ്, നിലൻ ജോസ്.